അനുഗ്രഹിക്കപ്പെട്ട നല്ല രാവിലെ സമയത്തിന് കർത്താവിനെ നന്ദി കരയറ്റുന്നു. We praise the Lord for this blessed morning time. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 4ാം ദിനം രാവിലത്തെ സെഷനിലാണല്ലോ ഇന്ന് ദൈവസന്നിധിയിൽ നാം ഒരുമനപ്പെട്ട് കടന്നു വന്നിട്ടുള്ളത്. We are on the 4th day morning session of our fasting prayer. We are in one accord today. കർത്താവിന്റെ ദാസൻ ഡോക്ടർ സന്തോഷിനും കുടുംബത്തിനും ദൈവം ഈ ദേശത്ത് നൽകിയ ഈ മനോഹരമായ ഭവനത്തിനോർത്ത് ദൈവത്തിന് സ്തോത്രം. Praise the Lord for this house that the Lord has given. ഇന്ന് പകൽ കർത്താവ് വലിയ പ്രവൃത്തി ചെയ്യുമാറാകട്ടെ. This morning the Lord is going to do a great deed for us. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ പകൽ നമ്മുടെ ഇടയിൽ ദൈവം നൽകുമാറാകട്ടെ. May the Lord bring his mighty presence in our midst. ദൈവവചനത്തിൽ പറയുന്നത് പോലെ മുട്ടോളമല്ല അരയോളമല്ല നീന്തിയാൽ കടക്കുവാൻ കഴിയാത്ത ഒരു വലിയ ആത്മാവിന്റെ പ്രവാഹം ഈ പകൽ ദൈവം നൽകുമാറാകട്ടെ. As the word says, not up to the foot level, not up to the knee level, not up to the waist level, up to a level where we have to swim and cross across. Such a flow of the Spirit may the Lord bring in here. കർത്താവിന്റെ ദാസനോടൊപ്പം ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ കാര്യം പറയുന്ന ഒരു പാട്ട് ഞങ്ങൾ ഇങ്ങനെ കേട്ടാണ് വന്നത്. While we were traveling together with the servant of God, we heard a song which said like this. അപ്പോഴും ഞാൻ വാഹനത്തിലിരുന്ന് അങ്ങനെ തന്നെ ദൈവദാസനോട് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യാനിടയായി. ഇന്ന് പകൽ ദൈവം അങ്ങനെ ചെയ്യുമാറാകട്ടെ. When we heard that, we together conversed about it, we praised the Lord about it, and we believe that the Lord is going to do the same this morning. ഇന്ന് പകലത്തെ മീറ്റിംഗ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാകുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? How many of us are sure that this morning meeting will be a blessing for my life? ചിലർക്ക് ഉറപ്പില്ലെന്ന് തോന്നുന്നു, കൈ ഉയർത്തിയിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അവർക്ക് ഈ മീറ്റിംഗിന് ഇടയ്ക്ക് ഉറപ്പ് ലഭിക്കട്ടെ, അതിനായി പ്രാർത്ഥിക്കുന്നു. Amen. Those who did not raise hands, let it be assured in the midst of this meeting we praise the Lord. പ്രാർത്ഥനയോടെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളോടെ ദൈവസ്ഥലായിരിക്കാം. കർത്താവിന്റെ ദാസൻ ബിനി പാസ്റ്റർ തുടർന്ന് നമ്മുടെ മധ്യേ ദൈവവചനം സംസാരിക്കും. Let us be in the presence of the Lord with a prepared mind. The servant of the Lord will speak to us. Hallelujah. Amen. Hallelujah. വിലപ്പെട്ട ഈ പകലിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. We praise the Lord for this precious morning. കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുന്ന ശ്രേഷ്ഠനായ കർത്താവിന്റെ ദാസൻ കുടുംബം, To the honorable pastor and his family, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും, all the honorable people who are gathered here in this meeting, വിശേഷാൽ ഈ വാത്സല്യ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. especially to the people in this family, we extend our greetings. പ്രത്യേകിച്ച് സന്തോഷ് ഡോക്ടർ ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രസംഗമെല്ലാം ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. Santosh has been translating the messages. എൻ്റെ പ്രസംഗം ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. Usually it's a bit fast message. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ Praise the Lord for God is enabling to translate in a way we can understand it. Praise the Lord. Hallelujah. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? How many of us are happy? Hallelujah. നിങ്ങൾ ഈ പലയിടത്തിരിക്കുന്നതുകൊണ്ട് ആൾ കുറവാണെന്ന് എനിക്ക് അങ്ങ് തോന്നുന്നു. So because you're all scattered, I think we are less numbers. അവിടെ ബാക്കിൽ ഇച്ചിരിയുടെ തണുപ്പുണ്ട്. അവിടെ വെന്റ് ഉള്ളത്. തണുപ്പ് പറ്റി എവിടെ ഇരുന്നാൽ സ്വത്രം കുറയ്ക്കും. Hallelujah. Praise the Lord. Praise the Lord. കർത്താവെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ ദൂതിലേക്ക് പ്രവേശിക്കുകയാണ്. We're coming into the word of God. Hallelujah. വൈശ്വവേദ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. Let us come back to the scripture that we've been reading. പുസ്തകത്തിൽ 4:30-31 വാക്യങ്ങൾ. Acts chapter 4 verse 31 and 30 and 31. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. Hallelujah. കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് തലകൾ വണക്കാം. Let's close our eyes and let's pray. Hallelujah. 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 മനസ്സും ശബ്ദമൊക്കെ ഉയർത്തി അല്പസമയം we have to raise our mind and a voice and praise the Lord. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് പകലൊന്ന് ആത്മാവിൽ ഉണർത്തപ്പെടണം. All children should be woken up in the spirit today morning.
കുഞ്ഞുങ്ങളെ, Oh, വിദ്യാഭ്യാസം കൊണ്ട് children. മാത്രം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ. With your own ability, you cannot live in this world. പപ്പായോ മമ്മിയോ നിങ്ങളെ കരുതുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഇനി ജീവിക്കാൻ പറ്റത്തില്ല. Your papa and mommy do care for you, but you cannot live with that alone. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവർ ഒരുക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും ഇനി ജീവിക്കാൻ പറ്റത്തില്ല. They are preparing everything for you, but with that alone you cannot survive. കാലം അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. Because we are in the last time. ദൈവശക്തി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. Only with the power of God we can live in this world. ഇന്ന് പകൽ ദൈവത്തോട് പറ, കർത്താവേ ഞങ്ങളുടെ ആത്മാവിനെ എനിക്ക് വേണമെന്ന്. This morning let us say that, Lord, I need your spirit. യേശുവേ ഞങ്ങളുടെ ആത്മാവിനെ എനിക്ക് വേണം. Lord, I need your spirit. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കർത്താവ് ചെയ്യാൻ പോകുന്നത്. According to your need, the Lord is going to do it. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. Oh, let's open our mouth and praise the Lord. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം. Let's praise the Lord in the spirit. ആത്മശക്തി വ്യാപരിക്കപ്പെടണം. Let the power of the spirit work in us. ശരീരത്തിന്മേൽ ആ സാന്നിധ്യം ഇറങ്ങണം. Let the presence come into our body. ഓ റബ ഹദിയ നാവിന്റെ മേൽ ആ സാന്നിധ്യം വെളിപ്പെടണം. Oh, let that presence be revealed in our മേൽ ആ vessels. സാന്നിധ്യം വ്യാപരിക്കണം. Oh, entire body, let the presence of the പരിശുദ്ധാത്മാവ് spirit നമ്മോട് be manifest. സംസാരിക്കട്ടെ. Oh, let യേശുവിന്റെ us speak in the നാമത്തിൽ. tongues. Udabaga shamdala barikasya, dulabaga shamdala barikasya. Hallelujah. Udabaga shamdala barikadala bagasya. Ibar handula gabaga shamdala barikamanagasia. Hallelujah. 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 In the name of Jesus. 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 Hallelujah. Victory in the name of Jesus. Hallelujah. Hallelujah. പിതാവേ അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. Father, thank you for your presence here. ദൈവമക്കളെ പ്രതീക്ഷയോട് കൊണ്ടുവന്നതിനായി സ്തോത്രം. Thank you for bringing thy children with a great expectation. കർത്താവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനായി Thank you സ്തോത്രം. for you're going to speak to us. ആത്മമണ്ഡലം തുറക്കുന്നതിനായി Thank you for opening the spiritual realms ജയം for us. പകരുന്നതിനായി സ്തോത്രം. Thank you for giving us your grace. കടന്നു വന്നവരെ സ്പർശിക്കുന്നതിനായി Thank you സ്തോത്രം. for touching everyone who's here. ഈ കുടുംബത്തെ വിശേഷാൽ തൊടുന്നതിനായി Lord, സ്തോത്രം. thank you for touching this family. കർത്താവേ സൂമിൽ കൂടെ ഇതിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ടവർക്കും വിടുതലായി തീരുന്നതിനായി Lord, സ്തോത്രം. this will be a deliverance for those who are worshiping through the Zoom. മറക്കാനാകാത്ത സെക്ഷനുകളാക്കി അടുത്ത സെക്ഷൻ മാറ്റുന്നതിനായി Lord, സ്തോത്രം. make it a memorable session for us. ദൈവപ്രവൃത്തി നടക്കട്ടെ. Let the work of God happen here. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. Oh, let the power of Jesus move here and work here. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. Thank you for യേശുവിൻ doing it, നാമത്തിൽ Lord. തന്നെ. In Jesus' name we pray. Amen. Hallelujah. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. Hallelujah. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. Let's raise our hands and praise the Lord. കഴിഞ്ഞ രാത്രി നമ്മൾ എന്തായിരുന്നു ചിന്തിച്ചത്? What did we meditate last evening? കുഞ്ഞുങ്ങൾ പറഞ്ഞാട്ട് കഴിഞ്ഞ രാത്രിയിൽ എന്താ പഠിച്ചത്? What did we meditate last evening? ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ആത്മസ്നാനത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. We learned about baptism of the Spirit. Holy ആരാ Spirit. പറയുന്ന ആത്മസ്നാനം എന്താണെന്ന്? Who is going to say what is the baptism by the Spirit? Can anyone say that? ആരാ പറയുന്നേ? എലിസബത്ത് ഉണ്ട്, പ്രിസില്ലയുണ്ട്, മറ്റേബൽ ആരുണ്ട്? മോനുണ്ടായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ. മോൻ്റെ പേരെന്തായിരുന്നു? ആൽവിൻ. മോൻ്റെ പേര് ആശ്ലിൻ. Hallelujah. ആർക്ക് പറയാൻ പറ്റും ആത്മസ്നാനം എന്താണെന്ന്? Who is going to share about the baptism by the Holy Spirit? ആമേൻ. സ്തോത്രം. Hallelujah. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, For a child who is saved, പരിശുദ്ധാത്മാവ് അവന് വേണ്ടിയുള്ള അവകാശമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ when he understands that this is his right, the Holy Spirit, കർത്താവിനോട് പോയി പറയാ, കർത്താവേ എനിക്കത് വേണം. you go to the Lord and tell the Lord that I need it. അപ്പോൾ സ്നാപകനാകുന്ന യേശുക്രിസ്തു And Jesus is the Baptist, സ്നാനാർത്ഥിയെ and then he baptizes. ആത്മാവിൽ മുക്കിയെടുക്കുന്നതിനാണ് ആത്മസ്നാനം എന്ന് He പറയുന്നത്. immerses the person in the Spirit, and that's called the baptism by the Holy Spirit. വിശ്വാസ സ്നാനത്തിൽ സ്നാപകൻ ഒരു അഭിഷക്തനായിരിക്കും. When the baptism of by water by faith, the
Baptist is an anointed person. ആത്മസ്നാനത്തിൽ സ്നാപകൻ കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. But in the baptism of the Spirit, the Baptist is Jesus Christ himself. വിശ്വാസ സ്നാനത്തിൽ സ്നാനവസ്തു വെള്ളമാണ്. In the baptism by faith, the material used is water. ആത്മസ്നാനത്തിൽ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവാണ്. It is the Holy Spirit in the baptism of the Spirit. അപ്പൊ ഇന്ന് പകൽക്കാലം ഒരു ആഗ്രഹം ഉണ്ടാകണം ആദ്യം. So we need to have such a knowledge within us. അഭിഷേകം പ്രാപിക്കാത്തവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടോ? Do you have such a need within us? Do you wish? Do you have a need that you feel within us? നല്ല വെയിലുള്ള സമയം, It may be a very hot day. നിങ്ങൾക്ക് ദാഹം ഉണ്ടെന്ന് എങ്ങനെ അറിയാം? How do you know you're thirsty on a hot day, warm day? ഒരു തീസീസ് ഒന്നും എഴുതൊന്നും വേണ്ട. You don't have to write a thesis about the fact that you're thirsty. ഞാൻ ഈ വെള്ളമായിട്ട് ഇങ്ങനെ നടന്നാൽ മതി. If I just walk around with the water, ദാഹമുള്ളവന്റെ കണ്ണ് അവിടെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കും. oh, the one who is thirsty, your eyes will go to that water. അതായി ദാഹത്തിന്റെ ഒരു 2 തുള്ളിയെങ്കിലും കിട്ടണം. അതിന്റെ പ്രതീക്ഷയിലാണ് നോക്കുന്നത്. At least 2 drops, if I can get it, it's good. That's our expectation. ആട്ടെ, നിങ്ങൾക്ക് വിശപ്പുണ്ടെന്ന് എങ്ങനെ അറിയാം? How do you know you're hungry? Hallelujah. ഒരു ഇതിഹാസം പറഞ്ഞ നാടൻ ഉദാഹരണം ഞാൻ പറയാം. I want to give you an example of something that somebody told in Kerala. പണ്ടേ കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ ജോലി ചെയ്യാനായിട്ട് ആൾക്കാരെ നമ്മൾ വിളിക്കും. People used to come to work in our fields, in our homes in the past. പറമ്പിലെ വർക്ക് ചെയ്യാൻ വേണ്ടി. So they come to work in the field outside. ഒരു രാവിലെ വന്ന് ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് പണിയായുധങ്ങളൊക്കെ എടുത്ത് കളയ്ക്കാനായിട്ട് തുടങ്ങും. So they from 8 o'clock onwards they get their instruments and start digging the ground. 10 മണിയാകുമ്പോഴത്തേക്ക് അവർക്ക് നന്നായിട്ട് വിശക്കും. And by 10 o'clock they're very hungry. അപ്പോൾ ഈ സമയത്ത് അമ്മച്ചി കപ്പയൊക്കെ പുഴുങ്ങി ചേമ്പൊക്കെ പുഴുങ്ങി കന്താരി സംബന്ധി ഉപവാസമാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാനങ്ങ് പറയാം. നല്ല മീൻകറിയൊക്കെ ഉണ്ടാക്കി ഇലക്കകത്ത് ഇങ്ങനെ വെട്ടി ഈ ജോലിക്കാരുടെ മുമ്പിലേക്ക് വെച്ച് കൊടുക്കും. So the Amachi will prepare tapioca and other foods with side dishes, and then they will put everything for the workers. ഒരു വിയർത്ത് കുളിച്ച് നല്ല വിശപ്പോടെ കയറി വരുന്നത്. And they are very hungry, they are sweating, they come in. അപ്പോൾ ഒരു കപ്പ എടുത്ത് മീൻചാറി മുക്കി വായിലോട്ട് വെക്കും. And they'll take the tapioca, they'll dip it in the fish curry, and then start eating it. ഇത് ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത എടുക്കാനുള്ളത് കയ്യിലിങ്ങനെ എടുത്തു വെക്കും. Then next thing also they will pick up as they are eating this. അപ്പം ഇത് വായിലോട്ട് ചെല്ലുമ്പോൾ ഇനി ഏതെടുക്കണമെന്ന് പറഞ്ഞ് കണ്ണ് അടുത്തത്തെ ഇങ്ങനെ നോക്കി. Then they look at what next is there and they take that and eat. ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു വിശപ്പം തോന്നില്ല. ഇതാണ് വിശപ്പിന്റെ ലക്ഷണം. This is the sign of hunger. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനി ഭക്ഷണം കൊടുക്കുന്ന നിങ്ങളുടെ മനസ്സിലൊന്നുണ്ട്. You can think of how we feed our own children. രാവിലെ ഇത്രയും വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിനകത്ത് ഹോർലിക്സ് വിട്ട് അല്ലെങ്കിൽ ബൂസ്റ്റ് വിട്ട് ഈ കുഞ്ഞുങ്ങളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഞാൻ കുടിപ്പിക്കും. So in India there is Horlicks and Boost which is given in the milk, and that is given to the children. ഇവിടെ ഒന്നും കൊടുക്കത്തില്ല. ഇവിടെ മൈലുവേ. എന്തെങ്കിലും ആട്ടെ. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് നാടൻ ഉദാഹരണം ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിനകത്ത് ഒരു 5-6 ഇഡ്ഡലി പറക്കി മുമ്പിലോട്ട് വെക്കും. So 5 to 6 Idlis they serve in this plate. ഈ പാല് കുടിച്ചപ്പോഴേ കൊച്ചിന് നിറഞ്ഞു. After they drank the milk they don't have any more hunger. പിന്നെ ഇഡ്ഡലിയുടെ ഒരു സൈഡ് അവൻ മുറിച്ച് വായി വെച്ചിട്ട് Then after biting off a side from the idli, അടുത്തൊരു ഇഡ്ഡലി എടുത്തിട്ട് സച്ചിൻ 6 അടിക്കുന്ന പോലെ അവിടെ അടിച്ചു. so they start playing with the next idli. എന്താ അതിന്റെ കാരണം? You know why? Because not hungry. അതാ കാരണം. Because they are not hungry. കണ്ട ചില വിശ്വാസികൾ വരുമ്പോഴേ നിറഞ്ഞാ വരുന്നേ. Some believers come in full already. ഒന്ന് സ്തോത്രമൊക്കെ പറയിപ്പിക്കാൻ എന്താ ബുദ്ധിമുട്ട്. It's so difficult to make them say one word of praise. കൈ അടിപ്പിക്കാനൊക്കെ എന്താ To ബുദ്ധിമുട്ട്. make them clap, it's so difficult. ബ്രെഡ് ജാം അടിക്കുന്നല്ലേ അവര്. It's like putting jam on the bread. പക്ഷേ ആവശ്യഭാരത്തോടെ വരുന്ന ദൈവം. But for those who come with a need, അവരോട് സ്തോത്രം ഒന്നും പറയണ്ട. you don't have to tell them to say കൈ praise. അടിക്കാനൊന്നും പറയണ്ട. You don't have to ask them to clap hands. അവർക്ക് ചിലത് പ്രാപിക്കണം. They want to receive something. ഇന്ന് രാവിലെ സമയം ചിലത് പ്രാപിക്കാൻ വന്നവർ സ്തോത്രം Oh, പറയണം. praise the Lord for those who have come to receive today. ശബ്ദം ഉയർത്തി അവർ ദൈവത്തെ സ്തുതിക്കണം. Those of us can raise the voice and praise ചില the Lord. നാവിന്റെ കെട്ട് അഴിയട്ടെ. Let our bondages of the tongue be loosed. കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ. Let the power of the Spirit work on us. അസാധാരണ ദൈവശക്തി Let അവരുടെ there മേൽ be an പകരട്ടെ. extraordinary power of God യേശുവിന്റെ manifested നാമത്തിൽ ആ here. In the name ബന്ധനങ്ങൾ of Jesus പൊട്ടിമാറട്ടെ. Christ. Hallelujah. Da ba 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 shamdala ba re kha ba re kasya
Ibar katala gari kamana ga shandala bari kasya. Ibar agatula bagara ga shandala bari kamana ga sirikadula kamana gasya. Hallelujah. Jesus. അപ്പം നമുക്ക് ഇന്നലത്തെ നോട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് വേണം പുതിയ സബ്ജക്റ്റിലോട്ട് പോകാം. അപ്പോൾ We have കുറച്ചുകൂടെ to നിങ്ങൾക്ക് revise yesterday's notes, then only we can go into the new subject. മനസ്സിലാക്കാനായിട്ടിടയാം. So- ഇത് വീട്ടിൽ പോയി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് ആരെങ്കിലും ഉണ്ട്? Did you at least check it once when you went home? അതോ പ്രസംഗം കേട്ട് ക്ഷീണിച്ച് ഇന്നലെ കിടന്നങ്ങ് ഉറങ്ങി? Or you were so weak that after the message you just slept off? കൈയൊന്നും ഉയർത്തുന്നില്ല, Nobody is raising the hands. മുഖത്ത് നോക്കിയിട്ടൊന്നും ചെക്ക് ചെയ്തായിട്ട് എനിക്ക് So തോന്നുന്നു. when I look at your face, I don't think anybody revised it. ആമേൻ. ലൂക്കോസ് 11:13 എന്തായാലും നമ്മൾ വായിച്ചത്? അങ്ങനെ What did we read in- ദോഷികളായ നിങ്ങൾ Luke 11:13, what did we നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നെങ്കിൽ If evil people like you know how to give good gifts to your children, സ്വർഗസ്ഥനായ പിതാവ് how much more the heavenly Father തന്നോട് യാചിക്കുന്നവർക്ക് to those who ask him, പരിശുദ്ധാത്മാവിനെ will give the Holy Spirit. എത്രയധികമായിട്ട് കൊടുക്കും? How much more he will give. അപ്പൊ ഇന്ന് പകൽ ചോദിക്കണം. You have to ask for it. ആവശ്യമുള്ളത് ഇന്ന് പകൽ ചോദിക്കണം. What you need today, you need to ask the Lord. എത്ര പേർക്ക് ഇന്ന് പകൽ ചോദിക്കാൻ പറ്റും? How many of us can ask him today? സ്വത്ത് ചോദിച്ച കർത്താവ് ധാരാളം If you തരുവാനായിട്ട്. ask, the Lord is going to give you abundantly. ആമേൻ. Amen. ആത്മസ്നാനത്തിന്റെ പ്രത്യക്ഷമായ അടയാളം എന്തായിരുന്നു? What was the evidence of the anointing? അന്യഭാഷ ഭാഷണം. Speaking in tongues. എന്തിനാ അന്യഭാഷ ഭാഷണം നമുക്ക് Why തരുന്നത്? do we have to speak in tongues? ആദ്യം 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. I reminded you of 3 things. ഒന്ന്, സ്വയം ആത്മീയ വർധന One വരുത്തുക. is for self-education. കേട്ടോ, എത്ര ഭാരമേറിയ വിഷയമാണെങ്കിലും ദൈവസനെ കുറേ സമയം ഇരുന്ന് ആത്മാവിൽ ആരാധിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബലം വ്യാപരിക്കും. Howsoever burdensome an issue we are facing, when we are sitting in the presence of the Lord and worshiping in the Spirit, we experience a strength within us. കേട്ടോ, സ്വയം ആത്മീയ വർധന വരുത്തുന്നു. Self-spiritual edification. കഴിഞ്ഞ രാത്രി പറഞ്ഞതിന്റെ നമ്മൾ ഒത്തിരി വിശദീകരിക്കുന്നില്ല. രണ്ടാമതായിട്ട് പ്രാർത്ഥനയിൽ അത് നമ്മെ സഹായിക്കും. Then He helps us in our prayers. റോമാലേഖനം 8:26 ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. I told you that I will ask you about Romans 8:26. ആരാന്ന് പറയുന്നേ? Who is going to recite Romans 8:26? പിള്ളേർക്കും പറയാം, പ്രായമുള്ളവർക്കും പറയാം, ആർക്കും പറയാം. Anyone can recite it. Anyone. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റിന് കൂട്ടി നിൽക്കുന്നെന്നാണ് അതിന്റെ അർത്ഥം. When it says that the Spirit helps us in our weakness, it doesn't mean that He is just supporting us in our wrongdoings. എന്നാ എളുപ്പമായിരുന്നല്ലോ. In that case, it would have been very easy. നമ്മൾ എന്തോ കുരുത്തക്കേട് കാണിച്ചാൽ ആത്മാവ് കൂട്ടി നിൽക്കുമെന്നാണോ ആ വാക്യത്തിന്റെ അർത്ഥം? It doesn't mean that whatever naughtiness we show, the Lord will stand support to us. ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചില്ലേ? ആരെങ്കിലും എന്നോട് പറ. അമ്മച്ചി താണ്ട് പറയാൻ റെഡി ആയിട്ടിരിക്കുക. അമ്മച്ചി ഒന്ന് പറ. ചുകൂടാത്ത ഭാഷകളാൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാം? പക്ഷവാദം ചെയ്യാം. Praise the Lord. ഓക്കെ അമ്മച്ചി പറഞ്ഞത്. Amen. ഇതിലൂടെ നമുക്ക് യെസ്. Hallelujah. കേട്ടോ, നമ്മുടെ മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത് When we ദൈവസന്നിധിയിൽ are വരുമ്പോൾ broken നമുക്ക് in our spirit, വാചാലമായിട്ട് come to the പ്രാർത്ഥിക്കാൻ Lord. പറ്റത്തില്ല. നമ്മൾ we may not have even words. തകർക്കപ്പെട്ട മുറിയപ്പെട്ടായിരിക്കുന്നത്. We are so broken, we are so wounded. നമ്മുടെ കണ്ണിൽ കൂടെ കണ്ണുനീർത്തുള്ളികൾ There ധാരധാരയായിട്ട് may be tears flowing through our eyes. ഹൃദയം വിങ്ങാൻ തുടങ്ങും. That's the time when our hearts മനസ്സ് are groaning. മുറിവേറ്റതാണ്. Because it's our mind is hurt. ഈ സമയത്ത് നമ്മള് കുറേ സമയം പൊട്ടിക്കരയും. Then we weep aloud. അതിനുശേഷം വാക്കുകൾ കിട്ടുന്നില്ല, അന്യഭാഷയിൽ ദൈവത്തോട് പറയാൻ We ശ്രമിക്കും. don't have words, then we speak in tongues to the Lord. വിക്കി പറയുന്ന അതരങ്ങളായി With stammering lips we speak. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കട്ടെ ഇന്നൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. Oh, after the prayer, when we get up, we may think we could not pray at പക്ഷേ all. നമ്മുടെ ആ ബലഹീനതയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുകയായിരുന്നു. But in our weakness, the Holy Spirit was standing as a support to us. വാക്കൊത്തിരി പുറത്തു വന്നില്ലെങ്കിലും ഹൃദയത്തിന്റെ ഭാഷ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഒപ്പിയെടുത്ത്. Even though many words did not come, the Holy Spirit revealed the language of our heart to God. അത് ദൈവത്തോട് ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുക. He had interpreted the heart to the Lord very clearly. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് ദൂത് പറയാം. I want to tell you to the God's children. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വിടുതൽ
പെട്ടെന്നാ നടക്കുന്നത്. Oh, those issues for which we pray like that, we will have a quick കാരണം deliverance. ഡയറക്റ്റ് പരിശുദ്ധാത്മാവാ പോയി Because പിതാവിനോട് it is the വ്യാഖ്യാനിക്കുന്നത്. Holy Spirit directly conveys our matter to the Lord. ഇന്ന് പകൽക്കാലം തകർന്ന പ്രിയപ്പെട്ടവരുണ്ടോ ഇവിടെ? Are you broken this morning? മുറിക്കപ്പെട്ട ദൈവമക്കൾ ഉണ്ടോ ഇന്ന് പകൽ ഇവിടെ? Are you wounded this morning? ദൈവാത്മാവ് വ്യക്തമായി ദൂത് പറയുന്നു. The Holy Spirit very clearly says, ഈ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പായി ചില വിഷയത്തെ ദൈവം തൊടാൻ പോകുക. even before you finish this meeting, the Lord is going to touch you. പുതിയ വർഷത്തിൽ ഒരു പുതിയ വിടുതൽ ദൈവം തരാൻ പോകുക. God is going to give you a new deliverance in the new year. യഹോവ നിസി എന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ It പോകുക. will be revealed that Jehovah is Nissi. യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ സംഭവിക്കട്ടെ. In the name of Jesus, you'll experience ഇന്ന് that പകൽ വിടുതൽ deliverance. ഇവിടെ വ്യാപരിക്കട്ടെ. Hallelujah. Oh, Rabala Shandala Barikasya. മൂന്നാമതായിട്ട് അപ്പസ്യാനം നമ്മുടെ മേൽ പകരുന്നത്. Third thing, what happens after the baptism of the Spirit. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് ചില ദൂതുകൾ നമ്മൾ ചിന്തിച്ചു. Ephesians chapter 5 verse 18, let me share this. Praise the Lord. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക Psalms, praises and spiritual songs. എന്താ ആ ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത്? What does it mean by that? Hallelujah. ഞാൻ ഈ ടാപ്പിലൂടെ വെള്ളം ഒഴുകുന്ന പോലെ അങ്ങ് സ്പീഡിൽ പറഞ്ഞു വിട്ട് കൈ അടിപ്പിക്കുന്നതിനെക്കാട്ടിൽ ഉള്ളതകത്ത് കയറുന്നതല്ലേ നല്ലത്? Better than speaking very fast, it is better, isn't it, that it goes inside all of us. നമ്മുടെ പേരെന്തായിരുന്നു? ഗിഫ്റ്റി പറഞ്ഞു. ഓക്കേ ഓക്കേ. We helped in സങ്കീർത്തനം എന്ന് worship. പറഞ്ഞാൽ സ്തോത്രങ്ങളുടെ ഗ്രന്ഥമെന്നാണ്. So Psalms is a book of praises. തെഹ്ലീം എന്ന പദമാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തെഹ്ലീം. Tehillim is the root word. എന്ന് വെച്ചാൽ സ്തോത്രങ്ങളുടെ ഗ്രന്ഥമെന്നാണ്. That means it's a book of praises. എന്ന് വെച്ചാൽ ആത്മനിറവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ദൈവസന്നിധി കടന്നു വരുമ്പോൾ ചില മറുപടി പറയാൻ കാണും. So when those who worship the Lord in the fullness of the Spirit, when you come to the presence of the Lord, you have certain answers. സങ്കീർത്തനം എല്ലാം കൂടെ എത്ര ഉണ്ട്? How many psalms are there? അല്ല, ഈ വാക്യം വായിച്ചിട്ട് 151-ാമത്തെ സങ്കീർത്തനം എഴുതിക്കൊണ്ട് വരണമെന്നല്ല എൻ്റെ അർത്ഥം. The Lord is not telling us to write the 151st Psalms. ആ വ്യക്തിക്ക്, ആത്മനിറവിൽ ആരാധിക്കുന്ന വ്യക്തിക്ക് ദൈവസന്നിധി വരുമ്പോൾ ഒരു സ്തോത്രത്തിന്റെ സങ്കീർത്തനം പറയാനുണ്ട്. Oh, when a person who worships in the Spirit, when they come into the presence of the Lord, they have a psalm of thanksgiving. ഒരു വിടുതൽ അവന് പറയാനുണ്ട്. They want to talk about a deliverance. ഇന്ന് പകൽ സങ്കീർത്തനമായിട്ട് വന്ന ദൈവമക്കൾക്കായി സ്തോത്രം. Praise the Lord for those who come with a psalm. അവർ സ്തുതിക്കട്ടെ ഇന്ന് പകൽ. Let them praise the Lord. ആത്മാവിൽ ആരാധിക്കട്ടെ Let ഇന്ന് them പകൽ. worship in the Spirit. അതിലേക്ക് നയിക്കുന്നത് ദൈവിക ആരാധനയാണ്. Oh, it is spiritual worship to which the Lord leads us. രണ്ടാമത് നമ്മൾ അവിടെ ഒരു ഭാഗം തൊട്ടല്ലോ. Next what we touched is അത് തന്നെ ഹൃദയങ്ങളിൽ പാടണം. So we have to sing from our heart. പാട്ട് ഇന്ന് പകൽക്കാലം പുറമേ അല്ല, പാട്ടുപുസ്തകത്തെ നോക്കിയല്ല, ഹൃദയത്തെ തട്ടിപ്പാടണം. It is not an external singing that we are doing, not by just looking at the songbook, but from the depth of our heart we ought to sing. അപ്പൊ ഹൃദയത്തെ തട്ടി പാടണമെങ്കിൽ അനുഭവം ഉണ്ടായിരിക്കണം. If we need to sing from the depth of our heart, we need to have an experience. Praise the Lord. Amen. ജീവിതത്തിൽ അനുഭവം ഉള്ളവർ പാടുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകും. Those who have experience in life, when they sing, their eyes will flow with tears. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ട്. Amen. Amen. മൂന്നാമതായിട്ട് നമ്മൾ അവിടെ ചിന്തിച്ച മറ്റൊരു ഭാഗം, What third thing that we have meditated is എല്ലായ്പ്പോഴും, all times, എല്ലാറ്റിനും always സ്തോത്രം ചെയ്യുക. we praise the Lord. ആ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? Have you paid എല്ലായ്പ്പോഴും,
all times, എല്ലാറ്റിനും for all things, സ്തോത്രം ചെയ്യുക. we give ഇത് thanksgiving. സാധാരണപ്പെട്ട മനുഷ്യനെ പറ്റി മനുഷ്യന് പറ്റത്തില്ല. Ordinary people cannot do this. ഇത് ആത്മനിറവുള്ളവനെ പറ്റത്തുള്ളൂ. Only those who are filled with the Spirit can do that. ദാവീദ് അതുകൊണ്ട് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. That is why David says, at all times I will worship the Lord. അത്തിവൃക്ഷം തളിർക്കാതെ വരുമ്പോഴും, Even when the fig tree does not bloom, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകാതെ വരുമ്പോഴും, even when there is no yield on the vine, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോയാലും, even when the olive tree do not yield its fruit, നിലങ്ങൾ ആഹാരം വിളയിക്കാതെ വന്നാലും, oh, even though there is no food outside, ഗോശാലകൾ കന്നുകാലികൾ ഇല്ലെങ്കിലും, even if there are no cattle in the cattle shed, ഞാൻ യഹോവയെ ഘോഷിച്ചുല്ലസിക്കും. I will worship the Lord. ഇന്ന് I will പകൽക്കാലം കൃപ sing of പ്രാപിച്ച the Lord. ദൈവമക്കൾ സ്തുതിച്ച് Hallelujah. ആരാധിക്കട്ടെ. അതിനൊരു ആത്മനിറവ് വേണം. We need a filling of the Spirit. Oh, hallelujah. Jesus. Hallelujah. ചൈനയിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. There was a farmer in China. അപ്പം നല്ലൊരു ദൈവത്തിന്റെ ഭക്തനാണ്. He was a big, great saint. ചൈനയിലൊക്കെ നല്ല ശക്തന്മാരായ ആളുകളുണ്ട്. There are so many powerful people, witnesses in China. ഞാൻ മുളക്കട MA-യുടെ ഒരു കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, While I was studying MA in Mulakara, ഈ ഫോറിനേഴ്സാണ് ആ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് കടന്നു വരുന്നത്. so foreigners used to come to take that class. ഫിലിപ്പീൻസ് യൂണിവേഴ്സിറ്റിയുടെ ഒരു കോഴ്സായിരുന്നു അത്. It was a course from Philippines University. അപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കാൻ ചൈനയിൽ നിന്നൊരു ചെറിയ മനുഷ്യൻ വന്നു. So a very short gentleman from China, he came to teach one lesson. കണ്ട വലിയ പവറൊന്നുമില്ല. He didn't have much power if you look at him. ചെറിയൊരു മനുഷ്യനാണ്. He's a very short gentleman. പക്ഷെ ക്ലാസ് അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പുള്ളി എടുത്തങ്ങ് ചാടും. Oh, but when he starts his classes, he starts jumping in the class. കൊച്ചു മനുഷ്യനാണെങ്കിലും അകത്തെ പവറാ വിഷയം. Oh, he's so passionate that he is, even though he is short, he has got a power within him. ഞാൻ ചൈനയെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഓർത്തപ്പം പറഞ്ഞതാ. Amen. I reminded of China because of him. അപ്പോൾ ഒരു കർഷകൻ ഉണ്ടായിരുന്ന കാര്യം പറയാം. So there was a farmer there. ഇദ്ദേഹം എന്തോ ജീവിതത്തിൽ സംഭവിച്ചാലും പറയുന്ന എല്ലാം നന്മയ്ക്കായിട്ടാ സംഭവം. So whatever happens in his life, he will always say it was for good. അദ്ദേഹത്തിന്റെ ആകെ വരുമാന മാർഗം എന്ന് പറയുന്ന ഒരു കുതിര വണ്ടി കെട്ടി വലിച്ച് ലോഡൊക്കെ കയറ്റി അതിന്റെ കാശ് കൊണ്ടാണ് കുടുംബത്തെ പുലർത്തുന്നത്. His only income was a horse cart which used to get an income for his family. ഭയങ്കര സന്തോഷമാണ് അവരുടെ ജീവിതം. He used to be always very happy. സ്വത്രം. Hallelujah. ആകെ വരുമാന മാർഗം എന്താ? What was the only income? കുതിര വണ്ടി, A horse cart. ഭയങ്കര സന്തോഷത്തിൽ ആര് ചോദിച്ചാലും പറയും എല്ലാം ദൈവം നന്മയ്ക്കായിട്ടേ ചെയ്യും. Oh, whoever asks him anything, he will always say everything God does for good. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം കുതിരയെ കെട്ടുന്ന ആ സ്ഥലത്ത് കുതിരയെ കാണാനില്ല. So the one morning when he looked outside, he could not see his horse there. നാട്ടുകാരതറിഞ്ഞു. The people came to know about it. വരുമാനം തീർന്നില്ലയോ? Oh, his income is gone now. No source of income, he can't find the horse. നിങ്ങളെന്താ ഒരു ഫീലിംഗും ഇല്ലായിരിക്കുന്നത്? ആ മനുഷ്യന്റെ കുതിരയെ കാണാനില്ലെന്ന്. He can't find his horse. ആകെ പ്രയാസമായി. So it was quite a sorrow. അപ്പൊ നാട്ടുകാർ പറഞ്ഞത് ആണ്ട്ര എല്ലാം നന്മയ്ക്കാണെന്ന് പറഞ്ഞവനല്ലേ. Oh, he always kept saying that everything is for good. എല്ലാം അവതാളത്തിലായില്ലയോ? Now everything, he's in deep trouble. അവരോട് ചിരിച്ചോണ്ട് പറയാ ദൈവം ഇത് നന്മയ്ക്കായിട്ട് മാറ്റുമെന്ന്. No, he smiled and said, even this will be for good because God is at it. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ After 1 week, ഈ കുതിര കാട്ടിൽ പോയി 7 കാട്ടുകുതിരയെ പിടിച്ചോണ്ട് വന്നു. oh, this horse went into the forest and brought back 7 wild horses. ഇപ്പൊ എല്ലാം കൂടെ ഇപ്പൊ എത്ര കുതിരയായി? Now how many horses together? 8. സന്തോഷത്തോടെ പറ Hallelujah. ആ മനുഷ്യനെങ്കിലും അനുഗ്രഹിക്കപ്പെടട്ടെ. Hey, at least let him be blessed. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പൊ എത്ര കുതിരയായി? Now how many horses in his home? ഒറ്റ മോൻ മാത്രമേ ഉള്ളൂ. Only one child he had. അപ്പൊ ഈ കാട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന കുതിരയെ വണ്ടിയൊക്കെ കെട്ടണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കണം. So they had to train these wild horses. അപ്പൊ ഈ മോനെ ഇതിന്റെ പുറത്ത് കയറി ഇരുന്ന് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഇവൻ പടക്കാന്ന് താഴെ വീണ് അവന്റെ കാലൊടിഞ്ഞു. Oh, when he was giving training to the wild horse, he fell down and his leg broke.
എൻ്റെ കാലെ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ കാല് നീട്ടി ഇങ്ങനെ ഇരിക്കുക. So he was they put a cast and he was immobilized at home. അപ്പം നാട്ടുകാർ പറഞ്ഞിടാ നന്മ കിട്ടിയിട്ട് അനുഭവിക്കാൻ ഇവന് So even though he got a blessing, he is unable to experience it. He is not worthy for it. കാരണം കാലൊടിഞ്ഞ് അവിടെ ഇരിക്കുക. He has broken his leg and sitting there. ഇനി 3-4 മാസം വേണം ഇവൻ നടക്കണമെങ്കിൽ. Now for him to walk, it needs 3 to 4 months. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ പട്ടാളത്തിലേക്ക് പിള്ളേരെ നിർബന്ധിച്ച് സെലക്ഷന് വേണ്ടി കൊണ്ടുവരിക. So that was the time when there was a compulsory conscription to join the army. 18 വയസ്സ് കഴിഞ്ഞ എല്ലാ പിള്ളേരും പട്ടാളത്തിൽ ചേർന്നു. Everyone after the age of 18 have to join the army. അപ്പോൾ പട്ടാളക്കാര് വീട്ടിലേക്ക് ചാടി വരുമ്പോൾ When the soldiers came home to get hold of the young men, വിടാൻ മനസ്സില്ലാതെ അമ്മമാരൊക്കെ ഇങ്ങനെ നിലവിട്ട് കരയുക. all the mothers were in tears. They didn't want to release their children. പക്ഷെ അവർ പിടിച്ചോണ്ട് പോകും. But the soldiers will just kidnap them, take them away. അണ്ട് ഈ കുടുംബത്തിൽ വന്നപ്പോൾ കൊച്ചൻ എന്തോ പറ്റിയിരിക്കുക. But when they came to this house, this boy has a broken leg. അപ്പം നിന്നെ വേണ്ടെന്ന് പറഞ്ഞു. He said, no, we don't want you in the army. പ്രൈസ് ദി ലോർഡ്. അപ്പം നാട്ടുകാർ പറഞ്ഞു എടാ ഇവൻ പറയുന്നതിനകത്ത് കഥയുണ്ടല്ലോ. Then the people said, yes, what he says, there is a reason. എല്ലാ സാഹചര്യത്തിലും സ്തോത്രം പറയാൻ We തയ്യാറാണ്. praise the Lord for every situation. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം We പറഞ്ഞാൽ praise the Lord because we believe. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം വേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. Hallelujah. ഹല്ലേലൂയ. എങ്ങനെ ഇത് പ്രാപിക്കാം? How can we receive it? പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിക്കാം? How can we receive the Holy Spirit? 5-6 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. I have told you about ഒന്ന് ലൂക്കോസ് 11:13 യാചിക്കുന്നവർക്ക്. to those who ask for it, those who plead for it. We read it in Luke 11:13. പറയുന്നതുമുണ്ട് യാചിക്കുന്നതുമുണ്ട്. There is something that we may ask, there is something that we may beg for. നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിലെ യാചകർ കയറി വരും. There used to be beggars who come to a home in India. ഡ്രസ്സ് വേണം, അവർക്ക് ഭക്ഷണം വേണം, പൈസ വേണം. They want food, dress, money. നമ്മൾ പറയാ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലങ്ങ് ഇറങ്ങിപ്പോകും. So if they say that we can't give, then they'll just leave. ചില എത്ര ആട്ടി ഓടിച്ചാലും ഒരു പോത്തിൽ അവിടെ തന്നെ നിൽക്കും. But some people will not leave at all. They will stay there till they get something. കിട്ടിയിട്ടേ അവർ പോകത്തുള്ളൂ. Only after they get something will they go. ഇതല്ലേ യാചന എന്ന് പറയുന്നത്. That is called as pleading. അപ്പൊ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പറയണ കർത്താവേ അങ്ങനെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. We must plead before the Lord, Lord, unless you bless me, I will not leave you. ഇതിനൊരു ആഗ്രഹം വേണമെന്നേ. You need to have a desire for it. എഴുതിയായിരുന്നോ? ആ വാക്യം എടുത്ത് എഴുതിയായിരുന്നോ? Have you written that verse? ലൂക്കോസ് 13. 11:13 മോൾ എഴുതിയായിരുന്നോ? Luke 11:13. വല്ലതും Have you ഉണ്ടോ? written down? ഉണ്ട്. പേന ഉണ്ടോ? പേന ഇല്ല. അപ്പൊ എന്താ ഇതിന് പോകാൻ വഴി എന്താ? Can we borrow a pen? എന്നാലും വേണ്ടില്ല ഇത് പഠിക്കണമെന്ന്. എഴുതിക്കാട്ടെ. ഓക്കെ. Praise the Lord. ലൂക്കോസ് 11:13. Luke 11:13. Please. യാചിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. Whoever plead for it, the Lord will give. രണ്ടാമതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 10:44 വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ Acts chapter 10:44, while the word was being preached. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവിടെ മേൽ വന്നു. In the home of Cornelius, when Peter was preaching the word, the Holy Spirit came upon them. കണ്ടോ, ഇന്ന് പകൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ആത്മാവ് ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ഇറങ്ങുമെന്ന്. If you have a desire, the Holy Spirit is coming upon you. അപ്പോസ്തലപ്രവൃത്തി 8:17 Acts 8:17. കൈവച്ചപ്പോൾ When they laid hands upon them. ആരെങ്കിലും കണ്ടെങ്കിൽ വായിച്ചു 8:17. 8:17. അവൻ അവരുടെ മേൽ When they കൈവച്ചപ്പോൾ laid hands upon them, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. കണ്ടോ, ശമരിയയിൽ വലിയ ഉണർവ് നടക്കുക ഫിലിപ്പോസിന്റെ there നേതൃത്വത്തിൽ. was a big revival under the leadership of Philip in Samaria. യെരൂശലേം സഭ പത്രോസിനെ യോഹന്നാനെ അവിടേക്ക് വിട്ടു. The church in Jerusalem sent Peter and John there. അവരെ കടന്നു എന്ന് പ്രസംഗിച്ച് കൈവച്ചപ്പോൾ When they went there, when they preached, when they laid hands, ദൈവമക്കളുടെ മേൽ അഭിഷേകം നടക്കുക. the Holy Spirit came upon with an anointing upon the people of God. നിയോഗത്തോട് അഭിഷക്തന്മാർ കൈവെപ്പുമ്പോൾ കൈവപ്പിലൂടെ ഒരു പകർച്ചയുണ്ട്. Under the spiritual guidance, if the anointed one of the Lord lay hands, there is an impartation through laying of hands. അപ്പോസ്തലപ്രവൃത്തി 5:32 Acts 5:38. അനുസരിക്കുന്നവർക്ക് Those who obey. വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞു. ആർക്കാ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്? Who receive the Holy Spirit? ദൈവത്തോട് മറുതലിക്കുന്നവർക്കല്ല. Not for those who rebel against God.
ദൈവത്തെ അനുസരിക്കുന്നവർ, those who obey God. ഇന്ന് പകൽക്കാലം കർത്താവേ അങ്ങ് പറയുന്ന അനുസരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് Lord. വിശ്വസിക്കുന്നവര് ഒരു ആമൻ തലത്തിലോട്ട് കയറി വാ. Those who believe that I am willing to obey God, you come up to this level. അപ്പോസ്തലപ്രവൃത്തി 2:1 മുതൽ 4 വരെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. From Acts chapter 2 verse 1 to 4, for those who wait upon the Lord. അവിടെ അപ്പോസ്തലപ്രവൃത്തി 1:4 പറയുന്നു, അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. So when they were in Acts chapter 1 verse 4, it says while he was staying with them, he ordered them not to depart from Jerusalem but wait for the promise of the Father. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, The resurrected Lord was telling the disciples, ലൂക്കോസ് 24:49. Luke 24:49. വായിച്ചോ, ലൂക്കോസ് 24:49. Luke 24:49. ആ വാഗ്ദത്തം ചെയ്തതിനെ ആ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ആ നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം കണ്ടോ, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോ. Till you are clothed with power from on high. ആ നഗരത്തിൽ പാർപ്പീൻ എന്നും ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, Hallelujah. രക്തത്താൽ ജയം. Victory in the name of Jesus. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം, Till you are clothed with power from on high. ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം Till you receive power from on high. യെരൂശലേം വിടരുത്. You should not leave Jerusalem. ഇന്ന് പകൽ കൊതിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. How many of us wish for that? രക്തം ജയം, രക്തം ജയം, Hallelujah. രക്തം ജയം. ചേർത്ത് ദൈവത്തിന് സ്തോത്രം Let's പറയണം. praise together. അപ്പോസ്തലപ്രവൃത്തി 11:17. Acts 11:17. Hallelujah. ഒന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് After the first missionary journey, കൊർന്നല്യോസിന്റെ ഭവനത്തിലെ അവൻ ശുശ്രൂഷ കഴിഞ്ഞ് യെരൂശലേമിൽ പത്രോസ് എത്തിയപ്പോൾ, when Peter reached Jerusalem after the ministry at Cornelius' home, ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ ആ. അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ആ. ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ. കണ്ടോ, കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്ന ദൈവപ്രവൃത്തി പത്രോസ് വന്ന് വിശദീകരിച്ചപ്പോൾ, so when Peter came and described the work of God that took place in Cornelius' home, അവിടെ വ്യക്തമായിട്ട് പറയാ, വിശ്വസിക്കുന്നവർക്ക് ദൈവം അത് പകരും. oh, he says that very clearly that he gives it to those who believe. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല. Because God has no partiality. പ്രായം ദൈവത്തിന് വിഷയമല്ലെന്ന്, Oh, age is not an issue for നിങ്ങളുടെ God. പൊസിഷൻ ദൈവത്തിന് Your വിഷയമല്ലെന്ന്. position is not an issue for ഇന്ന് God. പകൽ ആഗ്രഹം മാത്രം മതി. You just need your desire. ആമേൻ. Hallelujah. അപ്പൊ ഞാൻ പൊതുവിലൊന്ന് ചോദിക്കുന്നു, ഇതെങ്ങനെ പ്രാപിക്കാൻ പറ്റും? നമ്പർ 1, How can we receive it? Number 1, യാചിക്കുന്നവർക്ക്. plead, നമ്പർ 2, those who plead for it. Those who hear the word of God 3, by laying of hands. 4, Those who obey. നമ്പർ 5, നമ്പർ 6. Those who believe. ഒരെണ്ണം കൂടെ ഉണ്ട്, ശുദ്ധീകരണം പ്രാപിക്കണം. By sanctification. ആ വാക്യം നിങ്ങൾ കണ്ടുപിടിച്ചോണം. You need to find the പുതിയ word. വീഞ്ഞ് പഴയ തുരുത്തിയിൽ, We do not fill the new wine into old wineskin. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലേ വരുന്നത്. It is only in new wineskin that the new wine can be poured in. ഇപ്പൊ ഇന്ന് പകൽ നിങ്ങളുടെ തുരുത്തി പുതിയതായിരിക്കണം. Is your wineskin new? തുരുത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Have you ever heard about how the wineskins were made? തുരുത്തി ഉണ്ടാക്കുന്നത് How the wineskins were made? ആശ്ലം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അതൊന്ന് പറയാൻ പോവാ. I'm going to describe that process. കേൾക്കാൻ റെഡിയാണോ? സ്വതന്ത്രം തുരുത്തി ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു ചെറിയ വിവരണം ഞാൻ. I'm going to give you a brief description. സാധാരണ മൃഗങ്ങളുടെ തോല് കൊണ്ടാണ് ഈ തുരുത്തി ഉണ്ടാക്കുന്നത്. It was with leather that the wineskins were made. അപ്പം മൃഗത്തെ കൊന്ന് അതിന്റെ മാംസമൊക്കെ എടുത്തിട്ട് അതിന്റെ തോല്, After the animal is killed, they remove the leather, the skin of the animal. അപ്പൊ ഈ തോല് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, അതിനകത്തെല്ലാം ഈ കൊഴുപ്പടിഞ്ഞ്, So all this skin has a lot of fat sticking into it. ബ്ലഡുമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. It will be bloody out there. അപ്പൊ ഈ സമയത്ത് ഉപ്പുകല്ല് കൊണ്ട് അത് മൊത്തം അങ്ങ് നിറയ്ക്കും. So they will fill it with salt. സ്വത്രം അതിങ്ങനെ മടക്കി ഉപ്പുകല്ലിട്ട് അങ്ങ് നിറയ്ക്കും. Then they will fold it and fill it with salt. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് After 2 to 3 days, ഈ ഉപ്പിന് ഭയങ്കര ശക്തിയുണ്ട്. so this has got a lot of osmotic power. ഇതിനകത്തിലെ ഈ മേധസ് കൊഴുപ്പ് മൊത്തം അങ്ങ് ഉരുക്കി കളയും. All the fat and the liquid, it will be taken out. അപ്പൊ കൊണ്ടുപോയപ്പോ വലിയ വെയിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ അതെല്ലാം അങ്ങ്. So it shrinks. The heavy stuff shrinks down. പ്രൈസ് ദി ലോർഡ്. Amen. ഞാൻ ആവേശത്തോടെ പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? Are you paying attention? Are you listening? തുരുത്തി വരെ പഠിപ്പിക്കുക. I'm talking, I'm teaching about പവർ wines. ഇരിക്കേ. Sit in the power of the Lord. അപ്പൊ നിങ്ങൾ ചുരുങ്ങി
and then it shrinks. എന്നിട്ട് ഇതുകൊണ്ട് വെയിലത്തോട്ടിടും. Then they will put it out in the hot sun. 3-4 ദിവസം വെയിലത്ത് കിടക്കുമ്പോഴത്തേക്ക് When it is dried up in the hot sun for 3 to 4 days, ഇതങ്ങ് ഉണങ്ങി നാടൻ ഭാഷ പറഞ്ഞ കൊട്ടനടിക്കും. it becomes dry, it becomes very small. ഇടയ്ക്കൊക്കെ ഒരു നല്ല മലയാള ഭാഷ കേക്ക്. Hallelujah. സ്വോത്രം നല്ല വട്ടി പോലെ ഇരിക്കും അത്. So it will become like a stick, strong stick. എന്നിട്ട് ഇതിനകത്തിന്റെ രോമങ്ങളൊക്കെ ഇങ്ങനെ ചുരുണ്ടി മാറ്റാനായിട്ട് ഒരു പ്രത്യേക ഒരു എന്താ പറയുന്നത് എനിക്കറിയില്ല. There is an instrument. ഈ രോമങ്ങളെല്ലാം ഇങ്ങനെ ചുരുണ്ടി. There is an instrument with which they'll scrape off all the hair from the skin of the bird. നല്ല കട്ടിയിലിരിക്കുക. Now it's become very thick. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് ഒരു വലിയ രാസക്കൂട്ടുള്ള ഒരു വലിയ ലായനിക്കകത്ത് കൊണ്ട് ഇതങ്ങിടും. So then it is being thrown into a place where there is a chemical out there. So ഇതിനകത്ത് ചില ദിവസങ്ങൾ ഇത് കിടക്കും. And it will be there in that tub with that chemicals for many days. ഇതിനകത്തിലെ എല്ലാ ദുഷിച്ച സാധനങ്ങളും ഇതിനകത്തങ്ങ് എന്താ പറയുന്നേ ഇല്ലാതായി ഒറിജിനൽ ലെതർ കിട്ടും. All the contaminants there will be destroyed over this period and it comes out as an original leather. ആമേൻ. എന്നിട്ട് ഒരു തുരുത്തിക്ക് വേണ്ട അളവിൽ ഇത് മുറിച്ചെടുക്കും. Then they will cut it for the measurement of a wineskin. എന്നിട്ട് ഇത് തുന്നി കെട്ടും. And then they will stitch it. ഇതാണ് തുരുത്തി. This is the process of making a wineskin. എന്താ നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? Why you are not happy? ഉണ്ടോ? തുരുത്തി ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. I told you how the wineskin is പക്ഷേ ഈ made. തുരുത്തിയുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, But what is so peculiar about this? വീഞ്ഞ് അങ്ങോട്ട് ഒഴിക്കുന്ന അനുസരിച്ച് വീഞ്ഞിന് ഭയങ്കര ലഹരിയാണ്. So it is very strong. The wine is very strong. തുരുത്തിക്ക് നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ട്. The wineskin has elasticity. അത് ഒഴിക്കുന്ന അനുസരിച്ച് വീര്യം പകരുന്ന അനുസരിച്ച് ഇങ്ങനെ വലുതായി തുടങ്ങും. As the wine is being poured, it becomes bigger and bigger. The wineskin becomes bigger and bigger. ഒരു ദിവസം കഴിയുന്നതോറും ഇത് നൊരച്ചു പൊങ്ങും. അപ്പം ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. Day by day, it expands. പല പ്രാവശ്യം ഇങ്ങനെ ഇത് വലുതായി കഴിഞ്ഞാൽ And once it becomes bigger and bigger, അതിന്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ തീരാറായി. and it reaches the plastic limit. വീണ്ടും ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. So if you pour more of wine, then it will break. അതാ കർത്താവ് പറഞ്ഞ ആ ഭാഗം. That's what the Lord said. പുതിയ വീഞ്ഞ് The new wine പഴയ തുരുത്തിയിൽ will not be poured into the old wineskin. അത് മാക്സിമം ആയി. It has already reached its maximum. സ്വത്രം. Hallelujah. ഇങ്ങനെ പിടിക്കുമ്പോൾ maximum ആവും. So it has reached its plastic limit. If you ഈ ആശയമാണ്. pull further, it will snap. പുതിയ വീഞ്ഞ് അതിനകത്ത് ഒഴിച്ചാൽ If you put the new wine into it, ഇത് പൊട്ടിപ്പോകും. it will break, it will snap. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തില് When you are in such a situation, ആളുകൾ ഈ തുരുത്തി കളയത്തില്ല. no, people will not throw away this wineskin. അവര് വീണ്ടും ഇത് ഉപയോഗിക്കാൻ വേണ്ടി They will renew it. ഈ പണ്ടത്തെ കാലത്തൊക്കെ ഈ ഗ്യാസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ചിമ്മിനി അടുപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടോ? So you know the chimney furnaces before gas in നല്ല olden days. അമ്മച്ചിമാരൊക്കെ ഈ ചിമ്മിനിയുടെ താഴെ ഇങ്ങനെ എന്താ പറയുന്നേ കമ്പിയൊക്കെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ട് പുളിയൊക്കെ ഉണക്കാൻ വെച്ചിട്ടില്ലേ? So the amachis, they used to dry the tamarind over these chimney furnaces. നിങ്ങൾ കണ്ടിട്ടില്ലയോ ഒന്നും? Have you not പിള്ളേരെ അങ്ങ് വിടും. നിങ്ങളുടെ എവിടാ പറയുന്നേ? സ്വതൻ ഇതിന്റെ പുറത്ത് കൊണ്ട് ഈ തുരുത്തി കയറ്റി വെക്കും. So over these they have certain rods on which they will put that wineskin. അപ്പൊ കുറേ ദിവസം ഇങ്ങനെ ആകുമ്പോൾ After several days of smoking, ഈ ചൂട് താഴെ നിന്ന് മേപ്പോട്ടടിച്ച് as the heat goes up, ഇതിന്റെ കളറെല്ലാം അങ്ങ് മാറും. the color changes ഇതങ്ങ് ചുരുങ്ങും. and it will become further shrunk. സ്വത്രം. Hallelujah. ചുരുങ്ങി കഴിയുമ്പോൾ When it's further shrunk, വീണ്ടും ഇതിനകത്ത് ഒഴിക്കാനായിട്ട് പറ്റും. now again you can fill in. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ പുകയത്ത് വെച്ച. That is why the psalmist says that I am like the wineskin that was kept under the smoke. തുരുത്തി പോലെ ഇരിക്കുന്നു. I am like the wineskin that was kept under the നിന്നെ smoke. ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് ചില praise the Lord. Because the Lord has a മുകളിലേക്ക് plan നിന്നെ for കയറ്റുന്നത്. you. Because the Lord has a plan to use you. That's why He is putting you up into certain fire പുകയത്ത് വെച്ച furnaces. തുരുത്തി പോലെ ചില മണ്ഡലങ്ങളിൽ നിന്നെ ചുരുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഒരു പുതിയ പകർച്ച പകരാൻ You വേണ്ടിയാ. are being shrunk in certain areas so that He wants to fill you in a flesh. ചില പറയ കർത്താവേ എന്തിനാ കർത്താവേ ഇത്രയും വലിയ കഷ്ടത? Lord, why such pain? ഇത്ര പുക എന്തിനാ
എന്തിനാ എന്റെ മേൽ അടിക്കുന്നത്? Why so much smoke on me? ഇത്ര ചൂട് എന്റെ മേൽ എന്തിനാ Why so തട്ടുന്നത്? much heat on me? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദൂത് പറയുന്നത്, The Holy Spirit says this message. നിന്നെ ആത്മാവ് പണിതോണ്ടിരിക്കുക. The Holy Spirit is building you. ഇന്ന് പകൽക്കാലം ആത്മാവ് ചിലതിനെ പണിയുന്ന പകലാണ്. The Holy Spirit is building some people. എന്തിനാ പണിയുന്നത്? Why ഒരു you are പുതിയ being built? അഭിഷേകത്തിന് പകർച്ച So അയക്കാൻ. that you will receive an impartation of the Holy യേശുവിന്റെ Spirit. നാമത്തില് You receive in the name of ധൂടാ മന, Jesus. ധീരാ മന, Oh, Rabala Hashabala Basya. Be filled in the Spirit. Hallelujah. In the name of Jesus. Hallelujah. Rabala Shamdala Bari Kabaga Siadala Bari. ശമന ഹടഗദന ഹത്തുനിബികം ധരാധനസിയാര. ആർക്കുമില്ലാത്ത ചില ഭാരങ്ങൾ, ആർക്കുമില്ലാത്ത ചില വേദനകൾ, ആർക്കുമില്ലാത്ത ചില കഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞോണം. If you are experiencing a pain and sorrow that is unprecedented for anyone else, experiencing it, praise the Lord. നീ ചില ഭാഗങ്ങളിൽ ചുരുങ്ങുമ്പോ, When you are shrinking in certain areas, ചില മേഖലകളിൽ നിന്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുമ്പോ, when your shape is being changed in certain നിന്റെ areas, കളർ when മാറിക്കൊണ്ടിരിക്കുമ്പോൾ, your color is changing, നീ അവസാനിച്ചെന്ന് ശത്രു പറയുമ്പോൾ, when the enemy says you're finished, നീ തീർന്നെന്ന് ശത്രു പറയുമ്പോൾ, the enemy says that you're finished, ഇന്ന് പകൽ പിശാച് കേക്ക് വിളിച്ചു പറഞ്ഞോണം, you must declare to the devil as ഇല്ല well. പിശാചേ, ഞാൻ അവസാനിച്ചിട്ടില്ല. Oh, you devil, I'm not ഒരു finished. പുതിയ വീഞ്ഞിന്റെ പകർച്ച എന്റെ മേൽ നടക്കാൻ പോകുക. Oh, there is a new outpouring, a new ഇന്ന് wine പകൽ is going to be ചിലതിന്റെ poured മേൽ into പുതിയ me. വീഞ്ഞിന്റെ പകർച്ച ദൈവമ്മ പകരാൻ New പോകുക. wine is going to be poured into me. യേശുവിന്റെ നാമത്തിൽ In the name of Jesus ആ Christ, പകർച്ച നടക്കട്ടെ. let there be an outpouring. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus Christ. Ibadabari, ibadaga, shabdalabari, gasya. Hallelujah. 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 Amen. Amen. അപ്പം അഭിഷേകം നടക്കുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതത്തിൽ എന്താ വേണം? ശുദ്ധീകരണം വേണം. Before we receive the anointing, we need a sanctification. പൂവത്തൂർ ഉണർവ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പൂവത്തൂർ ഉണർവ് Have you heard of a revival that happened in Puvattur? ആന്റിയുടെ ഒക്കെ നാടിന്റെ അടുത്താ പൂവത്തൂര്. Puvattur is. ആ ഉണർവിനെ പറ്റി പക്ഷേ കേട്ടിട്ടുണ്ടോ? Have you heard about a revival there? ഒരു കാലഘട്ടത്തിൽ കേരളത്തെ ഇളക്കി മറിച്ച ഉണർവ് നടന്ന സ്ഥലമാണ്. There, that was a revival that shook Kerala. നമ്മുടെ ശശിഭവന്റെ മുൻ ഓവർസിയർ PB സാം സാറിന്റെ പിതാവ് ART അതിശയത്തിന്റെ നേതൃത്വത്തിലാവും ആ ഉണർവ് അവിടെ നടന്നു. It was under the leadership of a servant of God, Pastor PB Samuel's father's leadership. ചെറിയ കൺവെൻഷൻ ആദ്യം ആരംഭിച്ചതാണ്. They had just organized it as a small convention. അതങ്ങ് വലിയ മീറ്റിങ്ങുകളായിട്ട് മാറി. It became several meetings happened. ഇടയ്ക്ക് അമേരിക്കയിൽ ഒരു ഉണർവ് ഉണ്ടായില്ല, എവിടെയായിരുന്നു? There was a recent Ashbury revival. ഡോക്ടർ പറഞ്ഞു. സ്തോത്രം. Hallelujah. സ്തോത്രം. അങ്ങനെ ഒരു ചെറിയ മൂവ്മെന്റ് അവിടെ തുടങ്ങി, അത് ഭയങ്കര ഉണർവായിട്ട് അങ്ങ് മാറി. Like a small movement led to a big revival. ജനമെല്ലാം കടന്നു ചെന്നാൽ മതി, പടപടാ അങ്ങ് അഭിഷേകം പ്രാപിക്കുക. Where people come there and they were all receiving the anointing. അപ്പം ചെറുപ്പക്കാരായ 10-20 പേര് ഒന്നിച്ച് അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയിരുന്നു. 20 people, they came together to receive the anointing. അതിനകത്ത് ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അഭിഷേകം പ്രാപിച്ചു. Except one person, everyone received the anointing. ഈ മനുഷ്യനങ്ങ് ഭയങ്കര സന്തോഷമായി. These men were very happy. അഭിഷേകം കിട്ടാഞ്ഞതല്ല വിഷയം, മറ്റുള്ളവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. I did not receive it, others have received it, so I'm very happy. ഭയങ്കര ദുഃഖമായി. Oh, he was very sad. പുള്ളി വീട്ടിൽ പോയി ഇങ്ങനെ കരയുക. He was weeping. രാത്രി ഒരു ദർശനം കാണുക. And he saw one vision last night. പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഒരു എരുമക്കടാവ് ഇങ്ങനെ ചാടി ചാടി പോകും. So he saw a vision that he saw a small calf was jumping around. സ്തോത്രം. Hallelujah. പുള്ളിക്കാരനൊന്നും മനസ്സിലായില്ല. He could not understand that. നമ്മുടെ അടുത്തെങ്ങാനും വന്ന് ഈ ദർശനം പറയുകയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ഫാം തുടങ്ങാനുള്ള എല്ലാ പരിപാടിയും. If somebody shared this vision to us, we would have said, God is going to start a farm for you. മനസ്സിലോ? Amen. സ്തോത്രം. Amen. പക്ഷേ പരിശുദ്ധാത്മാവ് വിഷയം വെളിപ്പെടുത്താൻ തുടങ്ങി. The Holy Spirit started revealing it to him. 20 വർഷങ്ങൾക്ക് പിറകിൽ, Around 20 years ago, അദ്ദേഹത്തിന്റെ പിതാവിന്റെ നെൽപ്പാടകൾ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുക. he was taking care of his father's paddy field. ഞാറെല്ലാം ഇങ്ങനെ പാകമാക്കി വിത്തൊക്കെ ഇട്ട് ഞാറെല്ലാം ഇങ്ങനെ പാകമാക്കി വെച്ചിരിക്കുക. It was ready for transplantation. ഇത് പരിശ ഇങ്ങനെ നടണം.
So they had to transplant it. എന്നാൽ അടുത്ത വീട്ടിലെ ഒരു സ്തോത്രം എരുമക്കിടാവ് കയറ് പൊട്ടിച്ച് നല്ല നിലാവുള്ള സമയം മൊത്തം അങ്ങ് തിന്നു. It was a moonlight day, and a calf from a neighbor's house, it had come and eaten up all the young paddy saplings. രാവിലെ ഈ ചെറുപ്പക്കാരനെ അപ്പനെ ഇറക്കി വിട്ടതാ ഞാറൊക്കെ അവിടെ ഉണ്ടോന്ന് നോക്കാൻ. So this young man was deputed by father to go and see if all the saplings are there and were looking good. അന്നേരമാണ് ഈ മൃഗം ഇതെല്ലാം തിന്ന് അവസാനിപ്പിക്കാൻ പോവാ. Then he saw that this animal was eating everything and finishing it ഈ off. ചെറുപ്പക്കാരനെ He got very upset. അവിടെ കിടന്ന് വലിയ കമ്പെടുത്തിന്റെ തലക്കടിച്ചിനെ കൊന്നു. He hit that animal with a big stick there, and that calf died. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. It was just early morning, dawn. നോക്കിയപ്പോ ആരും കണ്ടിട്ടില്ല. Nobody has seen it. അദ്ദേഹം അവിടുത്തെ മമ്മട്ടി എടുത്തൊരു വലിയ കുഴി കുഴിച്ച് ഇതിനെ അതിനകത്താക്കി. He just dug a big pit and put this calf inside there. ആരും അറിയാതെ അങ്ങ് പോയി. And without anyone's knowledge, he buried it. വീട്ടുകാരെ നോക്കിയപ്പോൾ കിടാവിനെ കാണുന്നില്ല. So people looked, their owners looked around, they could not find their calf. അവർ വിചാരിച്ചു ആരാണ്ട് പിടിച്ചോണ്ട് പോയാന്ന് വിചാരിച്ചു. They thought somebody has taken it. വർഷങ്ങൾ കഴിഞ്ഞു. After many years, പൂത്തൂർ ഉണർവിൽ അഭിഷേകം പ്രാപിക്കാൻ വന്ന he had come there to receive the anointing in the Puattur revival. കൂടെ ഇന്ന് എല്ലാവരും അഭിഷേകം പ്രാപിച്ചു. Everyone else with him ഈ was മനുഷ്യൻ മാത്രം anointed. അഭിഷേകം പ്രാപിക്കുന്നില്ല. He is not anointed as yet. രാത്രി ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുക. The Holy Spirit revealed to him in the ഇത് night. കണ്ടപ്പോ ഇദ്ദേഹത്തിന്റെ കാര്യം പിടികിട്ടി. He got understood this. 20 വർഷത്തിന് പിറകില് After 20 years, ആ മൃഗത്തെ കൊന്ന് മണ്ണിനകത്ത് താത്തതാ. he had buried that animal inside the soil. ഇതാണ് അഭിഷേകം പ്രാപിക്കാൻ തടസ്സം. This was the obstruction for him to അദ്ദേഹം receive the anointing. വീട്ടിൽ പറഞ്ഞു. He told his family. അപ്പം തൻ്റെ പിതാവ് ആ മൃഗത്തിന് എത്ര വില കിട്ടുമോ അന്നത്തെ കാലഘട്ടത്തിൽ ആ വില കൊടുത്തിട്ട് സ്വതം പറഞ്ഞു. അപ്പച്ചൻ്റെ അടുക്കൽ പോയി കാല് പിടിച്ച് കാലെ വീണ് ക്ഷമ പറയാൻ പറഞ്ഞു. So this father gave him money for the price of that calf and said, you go and hold on to his legs and ask for forgiveness. ഇവൻ വേഗം ഓടി അവിടേക്ക് ചെന്നപ്പം When he went there to those house, അപ്പച്ചൻ എഴുന്നേറ്റ് സിറ്റ് ഔട്ട് ഇരിക്കുന്നേ ഉള്ളൂ. and he was the appachan of that house, he was just coming out. കാലിലോട്ട് വീണിട്ട് പറഞ്ഞു അപ്പച്ചായനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. He went and fell at the feet of the owner of the calf and said, please forgive അപ്പച്ചൻ me. പറഞ്ഞു മോനെ നീ നല്ലൊരു കുഞ്ഞാന്നല്ലോടാ എന്തിനാടാ എന്നോട് വന്നിങ്ങനെ. Why are you coming and asking me for forgiveness? You are such a wonderful boy. അപ്പച്ചൻ അറിയാത്ത ഒരു രഹസ്യമുണ്ട്. But there is one secret, appachan. 20 വർഷത്തിന് പിറകില് 20 years back, അപ്പച്ചന്റെ ഒരു കിടാവിനെ കാണാതെ വന്നല്ലോ. you lost one of your calves, right? അതിനെ തല്ലിക്കൊന്ന ഞാനാ. I was the one who killed it. എന്റെ വിലയുമായിട്ടാണ് ഞാൻ വന്നത്. I come with its price. എന്നോട് ക്ഷമിച്ച് ഈ പണം മേടിക്കണമെന്ന് പറഞ്ഞു. Please forgive me and receive this money. അപ്പച്ചൻ പറഞ്ഞു മോനെ എനിക്ക് പൈസ വേണ്ട. I don't want money. നീ വന്ന് പറഞ്ഞല്ലോ അത് മാത്രം മതി. You came and told me that's enough. അവനെ അനുഗ്രഹിച്ചു വിട്ടു. He was blessed and said. അന്ന് രാത്രിയിൽ അവൻ അഭിഷേകത്തിന് വേണ്ടി ചെന്നപ്പോൾ Night he കൃപാവരത്തോടു കൂടെ അവന്റെ മേലൊരു പകർച്ച. with gifts of the Holy Spirit he was given an impartation. ഇന്ന് പകൽ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഏറ്റുപറയാനുണ്ടെങ്കിൽ ഇന്ന് പകൽ ഏറ്റുപറഞ്ഞോണം. If there are any issues that you want to confess, you confess tonight. പപ്പ അറിയാതെ മമ്മി അറിയാതെ Without papa's knowledge, without mama's knowledge. സംസാരത്തിലാകട്ടെ നോട്ടത്തിലാകട്ടെ കൊടുക്കുവാങ്ങലാകട്ടെ ചിന്തകളിലാകട്ടെ In your words, in your thoughts, in your dealings, is there any shortcoming? കർത്താവിനെ പ്രവർത്തിപ്പാൻ തടസ്സമായി നിങ്ങളുടെ ജീവിതത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ If there is anything that is an obstacle ഇന്ന് for the പകൽ Lord to do മനസ്സ് it, തുറന്നൊരു ഏറ്റുപറച്ചിൽ നടത്തിക്കോണം. you have to open your heart and declare it. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആത്മാവ് നിങ്ങളെ തൊടാൻ പോകുന്ന പകൽക്കാലമാണ്. Oh, this is a morning when the Holy Spirit is touching you. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് സ്തോത്രം പറഞ്ഞോണം. All the believers together, we ആഴമായ praise the Lord. ശുദ്ധീകരണം എവിടെ We നടക്കുന്നുവോ need a deep sanctification. അവിടെ ആത്മാവിന്റെ പകർച്ച നടക്കുക. There will be a pouring of the ഇന്ന് Spirit. രാവിലെ സമയ കൃപയുടെ പകർച്ച ജനത്തിന്മേൽ നടക്കട്ടെ. This great impartation of grace may be upon the God's യേശുവിന്റെ people. നാമത്തിന്റെ വിടുതൽ ഇവിടെ വ്യാപരിക്കട്ടെ. In the name of Jesus, let there be a deliverance. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. Let there be the power of Jesus be work here. Yes, Lord. Jesus. ചെറിയ Jesus. തെറ്റാകട്ടെ വലിയ തെറ്റാകട്ടെ Oh, whatever, big mistake, small mistake, ഇന്ന് പകൽ ഏറ്റുപറച്ചിൽ നടത്തി we need to confess before the Lord. യേശു അപ്പച്ചാ എന്നോട് ക്ഷമിക്കണമേ Lord എന്ന് പറ. Jesus, forgive me. ഇനി ഞാൻ ചെയ്യത്തില്ലെന്ന് I don't want to do that again. ആത്മാവ് ഇന്ന് പകൽ ഇവിടെ വ്യാപരിച്ചു തുടങ്ങട്ടെ. Oh, let our tongue start moving. Udabaga shamdala barigasya ratura kama shamdara gasya riman handula kamanika shandura kamanika tula kamasya. Jesus, Jesus, Jesus. യേശുവിന്റെ രക്തം ദൈവമക്കൾ പറയണം.
You have to proclaim, you have to confess the blood of യേശുവിന്റെ Jesus. രക്തം പറയുമ്പോൾ When you say the blood of Jesus, with your നിങ്ങളൊന്ന് tongue, സമർപ്പിച്ചു കൊടുക്കുമ്പോൾ when you submit yourself, പിശാചിന് നിങ്ങളുടെ മേലുള്ള എല്ലാ പിടിയും വിട്ടുപോവുക. all the hold of the devil on your life will be lost. ഇതാ ഈ അഭിഷേകം പ്രാപിക്കുന്നവരുടെ യേശുവിന്റെ രക്തം പറയണമെന്ന് പറയുന്ന കാരണം മനസ്സിലായോ? You know why you should say the blood of Jesus, blood of Jesus? ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയുമ്പോൾ, When we say that very sincerely, ആമേൻ, സമർപ്പണത്തോടെ പറയുമ്പോൾ, when we say that with a surrender, പിശാച് നമ്മുടെ മേൽ ഒരുക്കി വെച്ചിരിക്കുന്ന കുരുക്കുകൾ മൊത്തം പൊട്ടിപ്പോവുക. and all that wrong, all the evil that the devil has planned against us, it's going to be broken. നമ്മെ ചില ട്രാപ്പിനകത്തകത്താക്കി He wanted to trap us, നിന്നെ തകർത്ത് കളയാൻ to destroy you ഭക്ഷണത്തിലൂടെ ആകട്ടെ, through food, പാനീയത്തിലൂടെ ആകട്ടെ. through drinks. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Are you able to understand that? Rabalaba rabalaba rabadi kamana shamdara balabadi kabarasya. O riba rabalabari kabaragabaga shamdara bari kamana kasya. Diba rabalabari kamana ka shamdara bari കഴിഞ്ഞ kamana. ദിവസങ്ങളിൽ ഞാൻ കേട്ടു ഒരു പെങ്കച്ചി ഒരു ചെറുക്കനോട് ഭയങ്കര സ്നേഹം. I heard that there's a girl was in love with a boy. അതങ്ങ് സ്ട്രോങ് ആകാൻ വേണ്ടി ഇവനെ ഒരു ഹൈന്ദവനാണെന്ന് എനിക്കറിയത്തില്ല, ഇവനൊരു ബൈബിളായി കൊച്ചിന് പ്രസന്റ് കൊടുത്തു. So he gave a Bible as a present to this girl. ബൈബിൾ ആയതുകൊണ്ട് കൊച്ചു മേടിച്ചു. Because it was a Bible, she took it, received it. ഇവിടെ മേലൊരു ഭൂതാത്മാവ് വ്യാപരിച്ചു. Then an evil spirit started manifesting in പിന്നെ her. മനസ്സിലായത് Then only later on they ഈ realized ബൈബിൾ അമ്പലത്തിൽ കൊണ്ട് പൂജിച്ച് this Bible was taken to a temple and he had offered കൊച്ചിന് കൊണ്ട് sacrifice. കൊടുത്തതാ. And then after that he had brought it here. കണ്ടോ, ബൈബിള് പൂജിച്ചു കൊണ്ട് കൊടുത്തു. So they offered puja for a Bible and brought it. ആമേൻ. ഭക്ഷണത്തിലൂടെ, Through food, ചോക്ലേറ്റിലൂടെ, through chocolates. ആമേൻ, ആമേൻ. പെന്തക്കോസ്തിന്റെ തലമുറയെ ആവാഹിച്ചെടുക്കാൻ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ. There are evil forces that is trying to kidnap the children of Pentecostal families. അനേക കുഞ്ഞുങ്ങൾ ആ കുരുക്കിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ Many children are held in these traps. ഇന്ന് പകൽ മടങ്ങി വന്നിട്ട് യേശുവിന്റെ രക്തം പറ. You come back and speak the blood of Jesus ചില Christ. കെട്ടുകൾ പൊട്ടിമാറട്ടെ, Certain bondages may be broken. ചില ബന്ധനങ്ങൾ അഴിയട്ടെ. Certain bondages may be loosened വിദ്യാഭ്യാസത്തിനെതിരായി, against your studies, ആത്മീയ ഉത്സാഹത്തിനെതിരായി, against spiritual encouragement, ശേഷം മനുഷ്യനെ പോലെയാക്കാൻ to make you like ordinary people. ശത്രു പദ്ധതികൾ വിവിധ തന്ത്രത്തെ കൊണ്ടുവരുമ്പോൾ Whatever schemes and plans the devil brings, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തില് this morning in the name of Jesus, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇവിടെ by വ്യാപരിക്കുക. the power of the blood of Jesus Christ, you break കൊച്ചു it. കുഞ്ഞുങ്ങളുടെ മേൽ, പ്രിയപ്പെട്ടവരുടെ മേൽ ആ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. Let there be the power of Jesus that works in you. ചിലത് പൊട്ടട്ടെ, Let there be a ചില fire. ബന്ധനങ്ങൾ പൊട്ടിമാറട്ടെ. Let the bondages be broken. ഓ, In the name of Jesus. In the name of Jesus. In the name of Jesus. Amen. ഞാൻ ആത്മനിറവിനെ പറ്റി പ്രസംഗിക്കാൻ അവിടെ വന്നത്. I've come here to preach about the filling of the Spirit. രാത്രി നമുക്ക് ആ മേഖലയിലോട്ട് പോവാം. We'll go again into that area tonight. ഇന്ന് പകൽ ആത്മസ്നാനത്തിന്റെ ഒരു പകർച്ച ഇവിടെ നടക്കണം. Oh, we want an outpouring of the Spirit today. പ്രാപിക്കാൻ നിങ്ങൾക്കൊരു ഉത്സാഹം, You need to be having an ഒരു enthusiasm. ആഗ്രഹം വേണം. You need to have a need, a desire. കർത്താവ് എപ്പോഴെങ്കിലും തരട്ടെന്നും പറഞ്ഞല്ല, No, just don't say sometime. ഇന്ന് God പകൽ may give എനിക്കത് me. വേണം. This morning I need it. അപ്പൊ യേശുവിന്റെ രക്തം പറയുമ്പോൾ When we say the blood of Jesus, നിങ്ങളുടെ മേലുള്ള ചില പീഡി പിശാചിനെ വിടുകയാണ്. certain hold of the devil will be ചില loosened. അവകാശങ്ങൾ തകർന്നു മാറുകയാണ്. Certain claims of the devil will be broken. ഓ റബ്ബ ഹത്തുലിബി ശബ്ദരാധന. Ibirigamana hatulaba shambabula di kamana gasya. Ribara hatulaba shambaba urgamane gasya. അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം. We need to worship the Lord with a loud voice. ശബ്ദം കേൾക്കാതെ പതുക്കെയല്ല, Not just in a ഉച്ചത്തിൽ shrill ദൈവത്തെ voice. സ്തുതിക്കണം. ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം. We have to worship the Lord loudly.
കൈയടിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കൈയടിക്കും, We need to clap our hands very well. നല്ല ശക്തിയോടെ കൈയടിക്കണം. With good strength, we need to clap. അഭിഷേകം Hands. പ്രാപിക്കാനുള്ളവരോടാ ഞാൻ ഇത് പ്രത്യേകിച്ച് പറയുന്നത്. I'm telling this very specially to those who are yet നിങ്ങളുടെ to തലയിൽ receive the അഭിഷേകന്മാർ Spirit. കൈവെക്കുമ്പോൾ When the servant of God lays hands on you, അസത്തരായിട്ട് നിങ്ങൾ ഇരിക്കരുത്. you should not sit in an idle manner. നിങ്ങൾ നന്നായിട്ട് കൈയടിച്ച് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കണം. You need to clap hands and worship the Lord in a loud voice. വചനം പറയുന്നത് നിന്റെ വായ വിസ്താരത്തിൽ The തുറക്കാം, word says that open your mouth widely, ഞാൻ ഇതിനെ നിറയ്ക്കാമെന്ന്. then I will fill it. അപ്പൊ ഒരു നിറവ് നിങ്ങൾക്ക് വേണോ? If you want a filling, ഇന്ന് പകൽ വായ ഒന്ന് തുറക്കാൻ you തയ്യാറാണ്. open your mouth wide. Amen. Hallelujah. ആരാച്ചോണ്ടിരിക്കുന്ന ചിലപ്പം ദൈവം ഒരു ഒറ്റ വേർഡായിരിക്കും തരുന്നത്. Maybe the Lord give you one word. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ ഇങ്ങനെ ജനത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ I was encouraging people in a meeting. ഒരു കൊച്ചിന്റെ മേൽ ഭയങ്കര ദൈവ സാന്നിധ്യം, There was a very mighty presence of the Lord on one child, പക്ഷേ അവള് പറയുന്നില്ല. but she's not speaking. ഞാൻ യോഗം കഴിഞ്ഞിട്ട് ആ മോളെ ഇഞ്ഞ് വിളിച്ചിട്ട് ചോദിച്ചു, I called her and asked her after the എന്നാ meeting, നീ ദൈവം തന്ന വാക്ക് പറയാഞ്ഞേ? why didn't you speak out what God gave you? അത് പാസങ്ങളെ ഒരു വാക്കേ ഉള്ളായിരുന്നു. But because it was only one word, uncle, that's why I didn't speak. സ്വതന്ത്രം പറയാഞ്ഞതിന്റെ കാര്യം എന്താ? ഒരു വാക്കേ ഉള്ളെന്ന്. It is only one word, so how could I say ചിലർക്ക് that? ഇഷ്ടംപോലെ ദൈവം കൊടുക്കും, Lord gave many to some people. ചിലർക്ക് ഒരു വാക്കേ കിട്ടത്തുള്ളൂ. Some only get one. അപ്പൊ അത് ലജ്ജ കൂടാതെ പറയണം. Without any hesitation, you have to say that. Praise the Lord. നമ്മുടെ Amen. നാവിലേക്ക് ദൈവം തരുമ്പം When the Holy Spirit gives a word നമ്മൾ into our പഠിച്ചു tongue, പറയുന്ന ഭാഷയല്ല അന്യഭാഷ. this is not something that we learn and ഇത് speak. ദൈവം തരുന്ന ഭാഷയാണ്. It is something which the ഇത് Lord ദൈവത്തിന്റെ gives. ദാനമാണ്. It is a gift of God. കർത്താവ് നമ്മുടെ നാവിൽ അന്നേരം തരുന്ന ഭാഷ അങ്ങ് പറഞ്ഞോണം. We have to speak it out what the Lord gives on our tongue. Praise the Lord. Hallelujah. പൗലോസ് പറയുന്നു, എന്റെ കൈവപ്പിനാൽ നിന്നിൽ പകർന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം. Paul says that what the gifts that has been given to you through my laying of hands, you need to work it out. ഇപ്പൊ ജ്വലിപ്പിക്കുക. You need to work it out. എന്താ ഈ ജ്വലിപ്പിക്കുക എന്ന വാക്കിന്റെ അർത്ഥം? How can we do that? How can we make it? അതിനൊരു വിശദീകരണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആരാധിക്കാൻ തയ്യാറാകാം. We are going to explain that and we are going to worship. ഗ്യാസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പണ്ടേ കാലത്ത് തീപ്പെട്ടി ഉണ്ടാകുന്നതിന് പിന്നെയും മുമ്പില് Even എങ്ങനെ തീ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? do you know how they used to set fire in the past before we had matchboxes and lighters? ഭയങ്കര ഈസി അല്ലേ? കല്ല് തമ്മിൽ ഇങ്ങനെ ഉരച്ച് തീ ഉണ്ടാക്കാൻ ഈസിയാണോ? ഭയങ്കര വിഷമമുള്ള സാധനമാണ്. Is it easy to rub the stones and get the fire? സംശയം ഉണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് പോയി 2 കല്ലെടുത്ത് നിങ്ങളൊന്ന് പരീക്ഷണം നടത്തിയാൽ മതി. You need to examine it. പ്രൈസ് ദി ലോർഡ്. അപ്പം കല്ല് ഉരച്ച് തീ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വിഷമമുള്ള കാര്യമാണ്. It was difficult to strike the 2 stones and set fire. ആ തീ അവർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ After they get that fire, ഈ അമ്മച്ചിമാര് ബുദ്ധിയുള്ളവര് ഇത് കെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കും. those intelligent people, they will try the best that this is not കാരണം extinguished. ഈ തീ ഉണ്ടാക്കിയത് കഷ്ടപ്പെട്ടാ ഉണ്ടാക്കി. It was with much difficulty they got this fire. ഇപ്പൊ രാത്രിയിലെ പാചകമൊക്കെ കഴിഞ്ഞിട്ട് After the evening cooking, ഇവർ ഈ അടുപ്പിലേക്ക് then into this this fireplace, നല്ല കട്ടിയുള്ള വിറക് കഷ്ണങ്ങൾ കയറ്റി വെക്കും. they will put thick wood there. സ്വത്രം സ്വത്രം Hallelujah. വിറക് കത്തിച്ച് പാചകം ചെയ്യുന്ന കണ്ടിട്ടില്ലേ? Have you not seen how they cook with wood? വലിയ Firewood. വലിയ വിറകിന്റെ കഷ്ണങ്ങളാ കയറ്റി വെക്കുന്നത്. They will bring firewood pieces, big എന്നിട്ട് ഇവര് firewood കിടന്നുറങ്ങും. pieces, and then they will sleep. രാവിലെ സമയം വരുമ്പോ Even in the morning, രാത്രിയിൽ ഇത് നീറി പുകഞ്ഞ് 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 കത്തി 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 ചാരവും. this wood would have burnt the whole night. It will become ash. അപ്പം ചാരം ഇങ്ങനെ കിടക്കുക. There will be ash there. അമ്മച്ചിക്ക് അറിയാൻ ചാരമാണെങ്കിൽ ഇതിനകത്ത് കനലുണ്ടെന്നറിയാം. But even though it is all ashes, still there is a burning coal inside. വളരെ ശ്രദ്ധയോടെ അതിന്റെ ചാരം മാറ്റിയിട്ട് She will carefully remove the ashes. അകത്ത് And then what they will ഈ do? കനലുണ്ട് കനലുണ്ട്. Then there is this burning coal is there. ഏതെങ്കിലും ഒരു സാധനം വെച്ച് അതിങ്ങനെ വീശും. She will just fan it. വീശുമ്പോൾ ഇതിങ്ങനെ ജ്വലിക്കും. And when it is fanned, Katham. then it will start burning. ഈ പദത്തിന്റെ അർത്ഥം അതാ. And that is what it's how you need to do it. മനസ്സിലാവുന്നുണ്ടോ? Yes. Hallelujah. എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഇങ്ങനെ വീശും. Yes. You have to fan it to fire. വീശുമ്പോൾ ഈ കനല് കത്താൻ തുടങ്ങും. And then it starts burning. അപ്പൊ അതിനകത്തിലേക്ക് ചെറിയ കരിയിലയോ ചെറിയ പോളയൊക്കെ കയറ്റി വെക്കും. Then they will put some dry leaves up there. അപ്പം അതിനകത്തോട് ചെറിയ ചെറിയ കമ്പ് വെക്കും. And then they will put small twigs there. ഒന്ന് ജ്വലിച്ചെന്നും പറഞ്ഞുള്ള
കമ്പുകൾ മൊത്തം കൂടെ പറക്കി എന്നെ മണ്ടയിൽ വെച്ചാൽ കിട്ടും. You don't put all the wood together. സ്വത്രം ഉള്ള മുട്ടിയെല്ലാം കൂടെ പറക്കി എന്നെ മണ്ടയിലോട്ട് വെച്ചാൽ അത് ഉള്ള ഗ്യാസ് മതി. They will not put everything together there. അതുകൊണ്ട് പതുക്കെ Slowly by slowly. ആമേൻ ഇതിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കും. They will start igniting it. ഈ ആശയമാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. That's what Paul says here. അപ്പൊ നിങ്ങളുടെ മേലൊക്കെ ഒരു ചെറിയ കനൽ കിടപ്പുണ്ട്. You have all got a small burning coal there ഈ somewhere. ഉപവാസ പ്രാർത്ഥനയിൽ അതിനെ നമ്മൾ ജ്വലിപ്പിക്കുക. You need to reignite it. കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കുമ്പോൾ The children should receive the anointing. മുതിർന്നവർ ഇന്ന് പകൽ അത് ജ്വലിപ്പിക്കുക. The elders should reignite. ചില വാക്കുകളുണ്ട്, ചില ഭാഷകളുണ്ട്. There will be words, there will be languages. ഈ ആരാധനയ്ക്കകത്ത് അത് ജ്വലിപ്പിച്ചെടുക്കുക. You need to reignite it. അത് വെളിപ്പാടായിട്ടുള്ള ജ്വലനം, And this will be a revelation. അത് പ്രവചനമായിട്ടുള്ള This will ജ്വലനം, be a prophecy. രോഗസൗഖ്യമായിട്ടുള്ള This will be a ജ്വലനം, healing gift. കൃപാപരമായിട്ടുള്ള ജ്വലനം, It will be another gift. പട്ടണങ്ങളെ ചലിപ്പിക്കുന്ന ചില അഭിഷേകത്തിന്റെ An ജ്വലനം. anointing that can move the ഇന്ന് cities. പകൽ ചിലതിന് മേൽ ആ പുതപ്പ് ദൈവാത്മാവ് എറിയാൻ The പോകുക. Lord is going to put that cloak on certain people. ഇന്ന് പകൽ ചിലതിന് മേൽ അത് വീഴാൻ പോകുക. This is going to fall upon certain people. ഓ കൊതിക്കുന്നവരെ ബൈബിളൊക്കെ ഒന്ന് മാറ്റി വെച്ച് സ്തോത്രം പറഞ്ഞു Those തുടങ്ങുക. who are desirous, now you keep your Bible and set Rukaba aside and you sakadara. start praising the Lord. Oh, hallelujah. മോൻ ആൽവിൻ നേരത്തെ അന്യഭാഷ പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞിട്ടുണ്ട്. Hallelujah. പുതിയ പകർച്ച മോന്റെ മേൽ ഇന്ന് പകൽ Ah, there is പുതിയ ഭാഷ ദൈവം തന്നിരിക്കുന്നു. a new language. സ്തോത്രം ചെയ്താൽ Hallelujah. ഓ റാബ അശ്വത്ഥം ഒരുക്കപ്പെടണം കേട്ടോ. ഒന്ന് ഒരുക്കപ്പെടണം മോനെ. Be prepared. Be ഒരു prepared. ആഗ്രഹം മോനെ ഉണ്ടാവണേ. You should have a desire to മോന്റെ receive. മേലൊക്കെ ആ സാന്നിധ്യമുണ്ട്, പക്ഷെ അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല. You have to receive the presence of ഈ the Lord. ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പുതിയ അനുഭവം എനിക്കുണ്ടായെന്ന് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തേ. ഒരു How പുതിയ many of us have അനുഭവം experienced something new? ഒന്ന് ശക്തിപ്പെടാൻ കഴിഞ്ഞെങ്കിൽ, Oh, those who are strengthened, ഒന്ന് in the ബലപ്പെടാൻ കഴിഞ്ഞെങ്കിൽ, Lord. Those who are empowered in the Lord. ഈ ദിവസങ്ങളിൽ പകർച്ച നടക്കുന്ന ദിവസങ്ങൾ. These are the days of outpouring. നിങ്ങൾ പ്രാർത്ഥിച്ചോണം, പ്രാർത്ഥിച്ചോണം, Continue to pray. ശക്തമായി പ്രാർത്ഥിച്ചോണം. You continue to pray. ഈ ദിവസങ്ങളിൽ അഭിഷേകം നടക്കും. The Lord will anoint you. ആത്മാവ് ചില്ലെ തൊടും. The Holy Spirit. അസാധാരണ ദൈവശക്തി ആവരിക്കും. You will experience. ഇത് പിശാചിന്റെ സമയമല്ല. These are not the times of. തല തകർന്ന ലൂസിഫറിന്റെ സമയമല്ല. This is not the time of Lucifer. ഇത് ദൈവജനത്തിന്റെ സമയമാണ്. These are the times of ഇത് God's people. സഭയുടെ സമയമാണ്. This is the time of the church. ഞാൻ എന്റെ സഭയെ പണിയും. I will build my church. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. Gates of hades cannot prevail against it. ഇന്ന് പകൽക്കാലം ആ ജയം പ്രഖ്യാപിച്ചാട്ടെ. Let us receive that victory. ഇന്ന് പകൽ ആ വിടുതൽ പ്രഖ്യാപിച്ചാട്ടെ. Let us proclaim that victory. ആത്മാവ് നമ്മെ തൊടുന്ന പകൽക്കാലമാണ്. Oh, these are the day that the എല്ലാ Lord is കണ്ണുകളും touching us. ദൈവസ്ഥലടച്ചാട്ടെ. Let every head be എല്ലാ bowed. കണ്ണുകളും Let ദൈവസ്ഥലടച്ചാട്ടെ. every eye be കർത്താവേ, closed. എനിക്കൊരു പുതിയ പകർച്ച വേണമെന്ന് പറ. I want a new outpouring. എനിക്കൊരു പുതിയ പകർച്ച വേണം. I need a new outpouring. എനിക്കൊരു പുതിയ പകർച്ച വേണം. I need a new outpouring. കൊതിക്കുന്നവര് പ്രാർത്ഥിച്ചു തുടങ്ങും. Those who desire, you ഈ pray. ഭാഷ കൊണ്ട് തൃപ്തരാകരുത്. Do not be happy with this little രണ്ട് bit. ഭാഷ കൊണ്ട് തൃപ്തരാകരുത്. Not with just two languages. അടുത്ത ഒരു മേഖലയിലേക്ക് കയറാൻ I പോവാ. want to enter into a new level. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം Those പറഞ്ഞു who തുടങ്ങും. believe, let's praise the കുഞ്ഞുങ്ങളുടെ Lord. മേൽ അഭിഷേകം നടക്കട്ടെ. Let there be a new revival. ഓ റബരഗദനബനഗദനബശംദൽ റബഖരദുനിബിയംധരി. അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ പറ്റുന്നില്ല. അവർ മാത്രം ഒന്ന് കര ഉയർത്തി. Those who are unable to speak in tongues yet, please raise your hands. Number 1, on number 2. അബിഗയിൽ. ഓക്കെ, ബാക്കി എല്ലാവരും അഭിഷേകം പ്രാപിച്ചവരാ ഈ കോൺഗ്രിഗേഷനിൽ. അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവേ ഒരു ജ്വലനം എനിക്ക് വേണം. Please pray that you need to be reignited. രക്തം എലിസബത്ത് മോളൊക്കെ നല്ല കൃപകൾ ജ്വലിപ്പിക്കണം കേട്ടോ. ശക്തമായിട്ട് ആരാധിക്കണം. Amen. You must റബ have the gifts of ശഖമന the Holy ഹംദിയ Spirit. റബ ശംദൽ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, Hallelujah. പ്രാർത്ഥിച്ചാട്ടെ. Pray. Hallelujah. Everybody. കർത്താവേ എനിക്കൊരു പകർച്ച വേണമെന്ന് പറ. I want this outpouring. എനിക്ക് പകർച്ച വേണമെന്ന് പറ. I want an impartation. എനിക്ക് അടുത്ത ലെവലിലോട്ട് കയറണം. I want to go to the next level. നരിയാണിയോളം പോരാ, It's not up to the മുട്ടോളം പോരാ, not up to the knees. അരയോളം Not പോരാ. up to my waist. ആമേൻ. നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത Only a river that can be crossed by swimming. ആത്മമണ്ഡലത്തിലോട്ട് എനിക്കൊന്ന് കയറണം. I want to reach that level of the ഈ Spirit. നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും Wherever this river goes and joins, ചലിക്കുന്ന പ്രാണികൾ there will എഴുന്നേക്കും. be living creatures. ഇന്ന് പകൽക്കാലം ഒരു ചലനം ഇവിടെ നടക്കട്ടെ. There should be a life and movement. പെന്തക്കോസ്ത് നാളിൽ പകർന്ന ചലനം. Oh, the same life and movement that was ഓ born in the എല്ലാവരും Pentecost ചേർന്ന് day. സ്തോത്രം ചെയ്യണം.
Hallelujah. ചലിക്കുന്ന സകല പ്രാണികളും Oh, there's creatures that move. ഇന്ന് പകൽ ജീവിക്കുന്ന പകൽക്കാരമായി മാറണം. Let this they be alive. റൈഷ ആത്മാവിന്റെ ശക്തി ആവരിക്കട്ടെ. Let there be the power of the സൈന്യത്താൽ Spirit. അല്ല, Not by might. ശക്തിയാലല്ല, power. എന്റെ ആത്മാവിനാൽ It is by തന്നെ. my Spirit. റബര Says the ഹദുന Lord. ബല ധന റബ ശംദൽ. Bala bala başı karama kira bala başı kiri bal kara bala başayri bal kara gada satarada veda prouda dala gada shabdarada gal kara gada shaydar bal kara gada sikher bala ruba baba 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 şekeri bela bala prabandara gada shaydar bal kara gada Itabana, Vaida Dala, Vibarada, Vaida Dala, Vibal Kauda, Managa Dala, Vaida Prabara, Duda Kara, Vaida, Amde Vede, Vida Mana, Vaida Padam, Vida Ketum, Vadagam Daragam, Vaida Padam, Vida Ket, Amdala Padam, Vedigalatam, Vaida Baradam, Duda Kata, Hatira Veda, Vaida, Amdamana, Vaida Dala, Vibal Kata, Hatira Vedi, Vedigalatam, Vauda Prabanam, Darigalatam, Vaudara, Amdiri, Vaida Padam, Vedikati, Vaida Udagajala, Ramdara Vuda, Pada Ketta, Vaida Dala, Duramana, Vaida Dala, Hatamana, Vaida Pada, O Shakamana, Duramana, Dibarada, Adagamana, Daga Shamdara, the Gilkaradaga. Hallelujah, 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 hallelujah. Thank you, Lord. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യേ പരിവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. This morning the Holy Spirit is moving among us. നമുക്ക് ഓരോരുത്തർക്കും അത് വ്യക്തിപരമായി അനുഭവിച്ചറിയത്തക്കവണ്ണം ആത്മാവിന്റെ സ്പർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. We are receiving a touch of the Spirit which we are experiencing very personally. ദൈവസന്നിധിയിൽ നാം ആഗ്രഹിക്കുന്നെങ്കിൽ, നാം ചോദിക്കുന്നെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിൽ നാം യാചിക്കുന്നെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. If we have a desire, if we ask for it, if we plead for it, he will give us more of the Holy Spirit. ഓരോ ദിവസവും കൂടുതൽ കൃപ നമുക്ക് വേണം, കൂടുതൽ ശക്തി നമുക്ക് വേണം. More grace, more power we need from the Lord. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. Then alone we can step ahead. ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ബലം കൊണ്ട് അടുത്ത ദിവസം നാം മുന്നോട്ട് പോകുന്നത്. With the strength of the food that we eat, we live the next day. ആത്മീയാഹാരം ദൈവസന്നിധിയിൽ വന്ന്, ആത്മശക്തി ദൈവസന്നിധിയിൽ വന്ന് പ്രാപിച്ചിട്ട് വേണം നമുക്ക് അടുത്ത ദിവസം കാല് വെക്കുവാൻ. We need the spiritual nutrition, we need the spiritual nourishment every day. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ 2025 അതിൻ്റെ അതേ തീവ്രതയോടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികളാണ് നമുക്ക് വരാൻ പോകും നമുക്കറിയത്തില്ല. Even when problems, even when tribulation stands against us, we do not know what is going to come in 2025. പക്ഷേ ഈ വർഷത്തിന്റെ അവസാന ചില ദിവസങ്ങൾ ദൈവത്തിൽ ഇരിക്കുമ്പോൾ കൃപ നാം പ്രാപിക്കണം, ശക്തി നാം പ്രാപിക്കണം. അന്ധകാര പൂരികൾ എത്ര ശക്തമായി കടന്നു വന്നാലും അതിനെ ജയിപ്പാനുള്ള കൃപ നാം പ്രാപിച്ചിരിക്കണം. When we are in the Lord's presence in the end of 2024, we must get more and more of that grace. Whatever evil forces that comes against us, we must overcome it by the grace of God. ഇന്ന് രാവിലത്തെ സെഷൻ കഴിഞ്ഞാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ മടുപ്പ് കാണിക്കരുത്. Even after this morning session, you do not fail in praying. ഒരല്പസമയം മാറിയിരുന്ന ഇതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. Not just a praying after a short time, for a short time after this. നിങ്ങളുടെ അന്തരാത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ജാഗരിച്ചു കൊണ്ടിരിക്കണം. In your inner being, you must continue to pray. കർത്താവേ, ഇന്ന് രാത്രി വരുമ്പോൾ വലിയൊരു ആത്മാവിന്റെ പ്രവാഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. Lord, let there be a great flow of the Spirit when I come this evening. ആത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് എൻ്റെ ജീവിതത്തിൽ Lord, ഉണ്ടാകണം. let there be an overflowing of the Spirit this evening. ഒരു നീന്തിയാൽ കടക്കുവാൻ കഴിയാത്ത ആത്മാവിന്റെ പ്രവാഹം ഞാൻ Let അനുഭവിച്ചറിയാം. there be a flow which I can traverse only by swimming across. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ, Oh, when the age is coming to its end, സംഭവങ്ങളൊക്കെയും ലോകത്തിന്റെ അവസാനം എടുക്കുന്നുവെന്ന് നമ്മെ വിളിച്ചറിയിക്കുമ്പോൾ, the incidents in the world is declaring that the world is coming to an end. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നാം കണ്ടു തുടങ്ങുമ്പോൾ, When we are seeing the signs of the second coming of our Lord, ഇനി മങ്ങിയും മയങ്ങിയും ഉറങ്ങിയിരിക്കാൻ നമുക്ക് സമയമില്ല. we have no time to be to sleep. ആത്മാവിൽ ഉണരുവാനുള്ള സമയമാണ്. These are time to awaken the Spirit. ആത്മശക്തിയിൽ ചിലതിനെ നേടുവാനുള്ള സമയമാണ്. These are the time to receive something in the
power of the Spirit. മെൽബൺ പട്ടണത്തെ കർത്താവിന് വേണ്ടി പിടിച്ചടക്കാനുള്ള ഒരു ആത്മാവിന്റെ This വീര്യം. is the time to capture the city of Melbourne for the Lord. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ എന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിപ്പീൻ. The Lord said, you wait for my power in ഈ Jerusalem. ദിവസങ്ങൾ കാത്തിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിന് ഒരു ദൂത് ഇങ്ങനെ പറയട്ടെ. The Holy Spirit has a word for those who are waiting. ഈ ദിവസങ്ങൾ ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് പുറത്തേക്ക് ഇറങ്ങാനിടയാകണം. You receive power, you receive the strength, and you go out. കൃപകൾ കൃപാവരങ്ങൾ പ്രാപിച്ച് നാം പുറത്തേക്ക് പോകാൻ You receive the gifts of the Spirit and go out. ആത്മശക്തിയില്ലാതെ പുറത്തേക്ക് പോയാൽ ശത്രുവാകുന്ന സാത്താൻ നമ്മെ ചോദ്യം ചെയ്യും. അവന്റെ വെല്ലുവിളികൾ നമുക്ക് മുൻപിലുണ്ടാകും. Without the power of the Spirit, if you go out, the enemy will question us. All his challenges will come അവിടെ against നാം us. ഉറച്ചു നിൽക്കണമെങ്കിൽ, ശക്തരായി നിൽക്കണമെങ്കിൽ, വീര്യത്തോടെ നിൽക്കണമെങ്കിൽ നമ്മുടെ മേൽ ശക്തിയും അഭിഷേകവും കൃപയും കൃപാവരങ്ങളും അത്യന്താപേക്ഷിതമാണ്. If you want to stay strong there, it's indispensable that we have the grace and power of the Spirit. വരുവാൻ പോകുന്ന ചലഞ്ചുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട്, തന്നോടൊപ്പം ഉണ്ടായിരുന്നവരോട് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് പോകാതെ ഇവിടെ പിതാവിനോട് അത് കേട്ടിട്ടുള്ള, ഞാൻ പറഞ്ഞിട്ടുള്ള വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. Jesus foresaw that challenges that were coming against the people of Israel, and he asked them hence to wait and ask for the promise that he had given from the Father. നല്ലൊരു പങ്കാളികൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിലും, Even though so many of us worshiping in the Spirit, ഇന്ന് രാവിലെ tongues, പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. I want to remind you before I close this meeting. ഇപ്പോഴുള്ള ആ ശക്തിയും ആ ബലവും ആ അഭിഷേകവും ആ പറയുന്ന ഭാഷയും പോരാ. Not enough that this language enough, not enough this power, not enough. വചനം പറയുന്നു, അവൻ തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. The Holy Spirit will be given more to those who ask of him. വലിയൊരു ആഗ്രഹത്തോടെ കൊതിയോടെ വേണം അടുത്ത മീറ്റിംഗിൽ കടന്നു വരാൻ. Come to the next meeting with a great desire and wish. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അതേ ആ രഹസ്യ പ്രാർത്ഥനയിൽ തനിച്ചിരുന്ന ദൈവത്തിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ആത്മാവിൻ്റെ അടുത്തൊരു പങ്ക്, അടുത്തൊരു അളവ്, അടുത്തൊരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ, അടുത്ത ലെവലിലേക്ക് കാലുവെക്കുന്ന ഒരു ആത്മീയ അനുഭവം എൻ്റെ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. In your secret prayer, you need to pray, Lord, take me to a next level of the Spirit. നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. Our Lord will satisfy the desiring soul. തലകളെ വണക്കാം. ദൈവത്തിൽ നമുക്ക് Let's പ്രാർത്ഥിക്കാം. bow our heads again. ഇന്ന് and പകൽ pray. ഇത്രത്തോളം സമയം ദൈവത്തിലായിരിക്കാൻ കർത്താവ് കൃപ നൽകി. The Lord enabled us to be in the presence of the Lord for so long. കർത്താവിന്റെ ദാസനെ ആത്മശക്തിയോടെ ദൈവിക നിയോഗത്തോടെ ശുശ്രൂഷയ്ക്കായി ദൈവം ബലപ്പെടുത്തി. The Lord strengthened his servant under divine guidance. തുടർന്ന് ഇന്ന് വൈകിട്ടും ദൈവസനിൽ കടന്നു വരുമ്പോൾ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray that the Lord will strengthen the servant of God again this evening. കടന്നു പോകുന്ന ജനവും പിന്നെയും പ്രാർത്ഥനയോടെ മടങ്ങി വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray that the people who are departing will come back in prayer. വൈകിട്ട് ആ ഭവനത്തിൽ നടക്കുന്ന ആ മീറ്റിംഗ് ആ ഭവനത്തിന് വലിയ വിടുതലിന് കാരണമായി തീരുവാൻ പ്രാർത്ഥിക്കാം. Let that meeting be a great deliverance for that home.